सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नमः। यं प्रवचन्दमनुपेतमुपेदकृत्यं द्वैपायनो विरहकातर आजुहाव। पुत्रेदि तन्मयदयात्तरवोऽभिनेतुः तं सर्वभूतहृदयं मुनिमानतोऽस्मि। तं सर्वभूतहृदयं मुनिमानतोऽस्मि। नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरये। यं ब्रह्मा वरुणेन्द्ररुद्रमरुतस्तुन्वन्ति दिव्यैस्तवैर्वेदैः साङ्गपदक्रमोपनिषदैर्गायन्ति यं सामगाः। ध्यानावस्थिततद्गतेन मनसा पश्यन्ति यं योगिनो यस्यां तं न विदुःसुरासुरगणा देवाय तस्मै नमः। यस्यां तं न विदुःसुरासुरगणा देवाय तस्मै नमः। नाम संकीर्तनं यस्य सर्वपापप्रणाशनं प्रणामो दुःखशमनस्तं नमामि हरिं परम्। प्रणामो दुःखशमनः तं नमामि हरिं परम्। श्रुतिस्मृतिपुराणानामालयं करुणालयं नमामि भगवत्पादं शङ्करं लोकशङ्करम्। शङ्करं शङ्कराचार्यं केशवं बादरायणं सूत्रभाष्यकृतौ वन्दे भगवन्तौ पुनः पुनः। ईश्वरो गुरुरात्मेति मूर्तिभेदविभागिने व्योमवद्व्याप्तदेहाय दक्षिणामूर्तये नमः। श्रीदक्षिणामूर्तये नमः। श्रीगुरुभ्यो नमः। हरिः ओम्। ओम नमो नारायणाय। ನಿಗಮಕಲ್ಪತರುವಾಯ ಶ್ರೀ
ശ്രീമദ് ഭാഗവത തത്വസമീക്ഷയിൽ സച്ചിദാനന്ദ സ്വരൂപനായ പരമാത്മാവിനെ എങ്ങനെ സാക്ഷാത്കരിക്കാം എന്ന ലക്ഷ്യത്തെ മുൻനിർത്തി സനാതന ആർഷ പരമ്പരയിൽ വന്നതായിട്ടുള്ള അനേകം സാധനാ ക്രമങ്ങളുണ്ട്, ജ്ഞാനവിധികളുണ്ട്. അതൊക്കെ എങ്ങനെയാണ് ആ മാർഗത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത്, ആ ലക്ഷ്യത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത് എന്ന് സ്വാധ്യായം ചെയ്ത് പഠിച്ച് ഗുരുശിഷ്യ പരമ്പരയിൽ നിന്ന് ജ്ഞാനം പ്രാപിച്ച് അത് സ്വയം ജീവിതത്തിൽ അഭ്യസിച്ച് നോക്കുമ്പോഴാണ് മനസ്സിലാകുക, തെളിഞ്ഞു വരിക. വേദം മുതൽക്ക് പുരാണ ഇതിഹാസങ്ങൾ, കാവ്യങ്ങൾ തുടങ്ങിയ എല്ലാ ശാസ്ത്രങ്ങളും ചതുർവിധ പുരുഷാർത്ഥങ്ങളെ അതത് തലങ്ങളിൽ പ്രാപിക്കാൻ ഉതകുന്ന രീതിയിലുള്ള മാർഗപ്രദർശനമാണ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് എന്ന ഒരു രൂപം, അതിൻ്റെ ഒരു രൂപം എന്താണ് എന്ന് ഇവിടെ ശ്രീമദ് ഭാഗവത തത്വസമീക്ഷയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ത്രിദിന സത്രത്തിൻ്റെ ഇന്ന് 3-ാം ദിവസമാണ്. ഇന്നലെ പറഞ്ഞു വച്ച ആ ഭാഗത്തു നിന്ന് ആരംഭിക്കാം. വേദശാസ്ത്രങ്ങൾ അവരുടെ പ്രതിപാദന രീതിയിൽ 3 തരത്തിലുള്ള പ്രതിപാദന രീതി ചെയ്യുന്നു. അതിനെ തത്വ ഉപദേശമായിട്ട്, തത്വരൂപത്തിൽ എന്താണോ തത്വമായിട്ടുള്ളത്, യഥാർത്ഥമായിട്ടുള്ളത്, അതിനെ അതേപടി പറഞ്ഞു തരുന്നു. രണ്ടാമത്തെ രീതി പറഞ്ഞത് രൂപകമായിട്ടുള്ള രീതിയാണ്. ഉദാഹരണങ്ങളുടെ താദാത്മ്യവും ഒക്കെ കാണിച്ച് വ്യാഖ്യാനിക്കുന്ന രീതി. മൂന്നാമത്തേത് അതിശയോക്തി. അപ്പം ഇത് മൂന്ന് രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് വേദം മുതൽക്ക് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ വലിയൊരു വിസ്താരം, ഏറ്റവും ബൃഹത്തായ ഒരു രൂപമാണ് നാം പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും കാണുന്നത്. അതോടൊപ്പം തന്നെ ഭാഷാരീതിയെക്കുറിച്ച് പറഞ്ഞു. പലപ്പോഴും ഈ വിഷയങ്ങളൊക്കെ അധ്യയനം ചെയ്യുമ്പോൾ നമ്മുടെ സാമാന്യ ഭാഷാ പരിചയം കൊണ്ടും സാമാന്യ ഭാഷാ നിയമങ്ങൾ കൊണ്ടും അങ്ങനെ ചിന്തിക്കുമ്പോൾ പലപ്പോഴും യൗക്തികമായി മനസ്സിലാകാത്ത അനേകം വക്തവ്യങ്ങൾ, ആശയങ്ങൾ പുരാണ ഇതിഹാസങ്ങളിലും ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം അതിന് വിശേഷ ഭാഷാരീതി അതത് പുരാണങ്ങളും ഇതിഹാസങ്ങളും സ്വീകരിച്ചിരിക്കുന്നത് എന്താണ് എന്ന് തിരിച്ചറിയണം. അതിന് നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞു വച്ചിട്ടുള്ള, അവർ കണ്ടെത്തിയ പല രീതികളുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ള 3 ശൈലിയാണ് ഇന്നലെ സൂചിപ്പിച്ചത്. സമാധി ഭാഷ, ലൗകിക ഭാഷ, പരകീയ ഭാഷ അല്ലെങ്കിൽ വ്യംഗ്യഭാഷ.
അപ്പോൾ സാഹിത്യത്തിലൊക്കെ ഇത്തരം ഭാഷാരീതിയുടെ പ്രയോഗത്തിന് പ്രത്യേക നിയമങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഋഷി പരമ്പരയിലും ആ നിയമങ്ങൾ അതുപോലെ തന്നെ ഉണ്ട്. അത് മനസ്സിലാക്കിയാൽ ഒരു ഗ്രന്ഥത്തെ നമുക്ക് തിരിച്ചറിയാൻ എളുപ്പമാണ്. അതുപോലെ ഇന്നലെ രാവിലത്തെ സത്രത്തിൽ ചിന്തിച്ച മറ്റൊരു കാര്യം, ഒരു ഗ്രന്ഥത്തെ, അത് എത്ര വലിയ ഗ്രന്ഥമാകട്ടെ, എത്ര വിഭിന്ന വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഗ്രന്ഥമാകട്ടെ, ആ ഗ്രന്ഥത്തിൻ്റെ സാരമെന്താണ്, താത്പര്യമെന്താണ് എന്ന് തിരിച്ചറിയാൻ ഒരു വ്യവസ്ഥിതമായ പദ്ധതി നമ്മുടെ പൂർവാചാര്യന്മാർ കൽപ്പിച്ചിട്ടുണ്ട്. അതിനെ ഷഡ്ലിംഗങ്ങൾ എന്നാണ് പറയുന്നതെന്ന് പറഞ്ഞു. ആ ഷഡ്ലിംഗങ്ങളിൽ ഉപക്രമ, ഉപസംഹാരം മുതലായവ എന്താണെന്ന് ഓരോന്ന് പരിചയപ്പെടുത്തുകയുണ്ടായി. അപ്പോൾ ഇന്ന് ഈ ആദ്യ സത്രത്തിൽ ശ്രീമദ് ഭാഗവതത്തിലെ സച്ചിദാനന്ദ സ്വരൂപമായിട്ടുള്ള ആത്മാവിൻ്റെ സ്വരൂപ വ്യാഖ്യാനത്തിൽ എങ്ങനെയൊക്കെയാണ് ഭാഗവതത്തിൽ അത് നമുക്ക് കാണാൻ സാധിക്കുക, ഈ സ്വരൂപ വർണ്ണന താത്വികമായിട്ട് പറയുന്ന ഭാഗങ്ങൾ ഭാഗവതത്തിൽ അധികവും സ്തുതികളുടെ രൂപത്തിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ശ്രീമദ് ഭാഗവതത്തിലും മറ്റു പുരാണങ്ങളിലുമൊക്കെ അതത് സന്ദർഭങ്ങളിൽ വരുന്ന സ്തുതികൾ ആ പുരാണങ്ങളുടെ ഉപദേശ പദ്ധതിയിൽ വളരെ പ്രത്യേകതയുള്ളതാണ്. പലപ്പോഴും ഭാഗവതമൊക്കെ വായിക്കുമ്പോഴും സപ്താഹം നടത്തുമ്പോഴും അല്ലെങ്കിൽ കഥകളൊക്കെ പറയുമ്പോഴും ഒക്കെ ശ്രദ്ധിക്കാതെ പോകുന്നത് അല്ലെങ്കിൽ ഒഴിവാക്കുന്ന ഒരു ഭാഗമാണ് ഈ സ്തുതികളുടെ ഭാഗം. നമുക്ക് കൂടുതൽ ആഗ്രഹം, കൂടുതൽ നമുക്ക് ഇഷ്ടമായി തോന്നുന്നത് കഥകളാണ്. കഥകൾ നമുക്ക് സുപരിചിതങ്ങളാണ്, കേൾക്കാനും മനസ്സിലാക്കാനും അധികം പ്രയാസമൊന്നുമില്ല, പറയുന്നവർക്കും അത് സരളമായിട്ട് പറയാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്തുതികളുടെ വ്യാഖ്യാനം അത്ര അങ്ങോട്ട് ഉണ്ടാവാറില്ല. വളരെ ചുരുക്കം സ്തുതികളെ മാത്രമേ, അതിലെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ വ്യാഖ്യാനിക്കപ്പെടാറുള്ളൂ. പക്ഷെ സത്യത്തിൽ നിങ്ങൾ ശ്രീമദ് ഭാഗവതം എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും, ഈ പറഞ്ഞ തത്വസമീക്ഷയുടെ തത്വപ്രകാശനം, തത്വം വെളിപ്പെടുത്തിയിരിക്കുന്നത് മുഴുവൻ അതത് സന്ദർഭങ്ങളിൽ വന്ന സ്തുതികളിലൂടെയാണ്. അപ്പോൾ സ്തുതികൾ, അത് കഴിഞ്ഞാൽ സംവാദങ്ങൾ, ഓരോ സംവാദങ്ങൾ, പരസ്പര സംവാദങ്ങളുടെ ഇടയ്ക്ക് വരുന്ന ശ്ലോകങ്ങൾ, ഇടയ്ക്ക് വരുന്ന ഉപദേശങ്ങൾ, അതാണ് ശരിക്ക് ഭാഗവതത്തിൻ്റെയും പുരാണങ്ങളുടെയും തത്വജ്ഞാനത്തിൻ്റെ സ്വരൂപം. അങ്ങനെയാണത് ഉപദേശിക്കപ്പെടുന്നത്. അതുപോലെ ഈ സ്തുതികളിലൂടെ, ആ സ്തുതികളിൽ നിന്ന് നമുക്ക് ഉപനിഷത് ജ്ഞാനം, ഇന്നലെ സൂചിപ്പിച്ചതുപോലെ ഉപനിഷത് ജ്ഞാനത്തിൽ തന്നെ സാകാര നിരാകാരങ്ങളായിട്ടുള്ള രൂപം, ശുദ്ധമായ പരബ്രഹ്മം, സച്ചിദാനന്ദ സ്വരൂപമായിട്ടുള്ള പരബ്രഹ്മം അവതാരങ്ങളായിട്ട്, പല പല അവതാരങ്ങളായിട്ട് പ്രകടമാകുമ്പോൾ, ഇപ്പോൾ 33 കോടി ദേവന്മാരുടെ കഥ ഇന്നലെ നമ്മൾ പറഞ്ഞു. അതോടൊപ്പം ഭഗവാന്റെ രൂപത്തെക്കുറിച്ചും പറഞ്ഞു. അപ്പോൾ ഭഗവത് തത്വത്തിൽ, ഭഗവാന്റെ രൂപത്തിൽ അവതാരങ്ങളായിട്ട് പ്രകടമാകുമ്പോൾ
ആ ഓരോ അവതാരങ്ങൾക്കും വരുന്ന വിശേഷം എന്താണ്? അപ്പോൾ ദേവന്മാരാരാണ്, ദേവതകൾ ആരാണ്, ഭഗവാന്മാരും ദേവന്മാരും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, രണ്ടിൻ്റെയും ലക്ഷണ വ്യത്യാസം എന്താണ്, മനുഷ്യരെങ്ങനെ അവതാരങ്ങളായി, മനുഷ്യരുടെ രൂപത്തിൽ എന്തുകൊണ്ട് അവതാരങ്ങൾ വരുന്നു എന്നൊക്കെ ഇന്നലെ നമ്മൾ ചിന്തിച്ചതാണ് വൈകുന്നേരത്തെ സത്രത്തിലൊക്കെ. അപ്പോൾ ഈ രൂപം, ഈ സ്തുതികളിലൂടെയുള്ള പ്രകാശനം, അതാണ് ഷഡ്ലിംഗങ്ങളിൽ ഗ്രന്ഥത്തിൻ്റെ അഭ്യാസം എന്ന് പറയുന്നത്. ഉപക്രമ ഉപസംഹാര അഭ്യാസോ അപൂർവതാ ഫലം എന്ന് പറഞ്ഞുവല്ലോ. അതിൽ അഭ്യാസം പുനഃപുനഃ ആവർത്തിക്കുക. ഇപ്പം ഞാനൊരു വിശേഷ കാര്യം, വിശേഷ തത്വം, വിശേഷ ജ്ഞാനം നിങ്ങളോട് സംവാദിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് പ്രഭാഷണങ്ങളിൽ, ഓരോ പ്രഭാഷണങ്ങളിലും പല രീതിയിൽ ഞാൻ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അതിനെ മുൻനിർത്തിയാണ് നമ്മളൊരു പ്രഭാഷണത്തിൻ്റെയോ ഒരു പരിപാടിയുടെ വിഷയം നിശ്ചയിക്കുക. ഈ സത്രത്തിന് വിഷയം നിശ്ചയിച്ചിരിക്കുന്നത് ഭാഗവതത്തിൻ്റെ പരമതത്വ സമീക്ഷയിൽ നിഗമകൽപ്പതരുവായിട്ടുള്ള ഭാഗവതം എന്നാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അതിനെന്താ അർത്ഥം? ഈ വിഷയം വീണ്ടും വീണ്ടും നമ്മുടെ ഓരോ പ്രഭാഷണത്തിലും ഓരോരുത്തർ പറയുമ്പോഴും അത് ആവർത്തിച്ചു കൊണ്ടിരിക്കും. ഇനി എന്തിനാ അങ്ങനെ ആവർത്തിക്കുന്നത്? ഈ ആവർത്തിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമാവില്ല, അല്ലേ? പുതിയ പുതിയ കാര്യങ്ങൾ കേൾക്കണം, പുതിയ പുതിയ ആശയങ്ങൾ നമുക്ക് ലഭിക്കണം, നമ്മൾ പുതിയത് പഠിക്കാനാണല്ലോ വന്നിരിക്കുന്നത് എന്നൊക്കെ തോന്നാറുണ്ട് നമുക്ക്. ഈ പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും എന്തിനാ പറയുന്നത്? പക്ഷേ ഇവിടെ എത്രത്തോളം ആവർത്തിക്കുമോ, എത്രത്തോളം റിപ്പീറ്റ് ചെയ്യുമോ അത്രത്തോളം അത് സഫലമാണ് എന്നാണ് ശാസ്ത്രങ്ങളിൽ കരുതുക. അത് ശാസ്ത്രങ്ങളുടെ ചില ദർശനശാസ്ത്രങ്ങൾക്കൊക്കെ വ്യത്യാസമുണ്ട്. ദർശനശാസ്ത്രങ്ങളിലൊന്നും അങ്ങനെ ആവർത്തിക്കുന്നത് അംഗീകരിച്ചിട്ടില്ല. അത് തെറ്റായിട്ട്, ദോഷമായിട്ടാണ് കണക്കാക്കുന്നത്. എന്നാൽ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും അങ്ങനെയുള്ള സാമാന്യ ജനങ്ങൾക്ക് ഉദ്ദേശിച്ച്, സാമാന്യ ബുദ്ധികളായിട്ടുള്ള ജിജ്ഞാസുകൾക്ക് ഉദ്ദേശിച്ച് ചെയ്യുന്ന ആ പ്രഭാഷണമായാലും അധ്യയനമായാലും അതിനെ ആവർത്തിക്കണമെന്നാണ്. ആവർത്തിക്കുന്നത് ഗുണമാണ്, ദോഷമല്ല എന്നാ പറയാം. ഇപ്പോൾ എത്രയോ തവണ നമ്മൾ ശ്രീമദ് ഭാഗവതത്തിലെ കഥകൾ ആവർത്തിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. വീണ്ടും വീണ്ടും നമുക്കത് കേൾക്കാനുള്ള രസമുണ്ടാകുന്നതുണ്ട്. അപ്പോൾ അതിനൊരു പ്രത്യേക സ്വഭാവമുണ്ട്. ആ ആവർത്തനമാണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ ശ്രീമദ് ഭാഗവതത്തിലെ സ്തുതികളിലൂടെ ആദ്യത്തെ 3 ശ്ലോകങ്ങൾ ഇന്നലെ നമ്മൾ വ്യാഖ്യാനിച്ചിരുന്നു. അപ്പോൾ 3 ശ്ലോകങ്ങളിൽ ഉപക്രമത്തിലും അതുപോലെ അവസാനത്തെ 12ാമത്തെ സ്കന്ധത്തിൽ 13ാമത്തെ അധ്യായം അവസാനത്തെ അധ്യായത്തിലും ആ ശ്ലോകങ്ങളുടെ അർത്ഥങ്ങളെല്ലാം നോക്കിയാൽ ഇത് രണ്ടും തമ്മിൽ ചേരുമെന്ന് പറഞ്ഞു. ആ ചേർത്ത് കാണിച്ചു. ഇനി ഈ വിഷയം തന്നെ പല ഭേദങ്ങളോടുകൂടി അല്പം ഭേദങ്ങൾ വരുത്തി സഗുണ നിർഗുണ വിചാരങ്ങളൊക്കെ ചേർത്ത് സുന്ദരമായ വർണ്ണന, ആ വർണ്ണനയ്ക്ക് വേണ്ടിയിട്ടൊരു സന്ദർഭം ഉണ്ടാകും. അപ്പോൾ ഇത് 2 രീതിയിൽ കാണാം. ഒന്ന്, കഥ പറഞ്ഞു പോകുമ്പോൾ ആ കഥയുടെ ഒരു ഭാഗത്ത് ഒരു സന്ദർഭത്തിൽ സാന്ദർഭികമായി വരുന്ന ഒരു ഉപദേശമായിട്ട് സ്തുതിയെ നമുക്ക് കാണാം. അങ്ങനെയാണിപ്പോൾ സാധാരണ എല്ലാവരും കാണുന്നത്. എന്താണ് മുഖ്യം എന്ന് ചോദിച്ചാൽ ഭാഗവതത്തിൽ ഭാഗവത കഥയാണ് മുഖ്യം എന്ന് പറയുന്നുണ്ട്. കഥ മുഖ്യമാണ്. കഥയുടെ രൂപത്തിലാണല്ലോ പുരാണങ്ങൾ ഉണ്ടായിരിക്കുന്നത്. പുരാണ പഞ്ചലക്ഷണങ്ങളിൽ സർഗവും അതിൽ വരുന്ന പ്രതിസർഗവും വംശാനുചരിതവും ഒക്കെ ആ കഥയുടെ രൂപം തന്നെയാണ്. പക്ഷെ ഇതിനെ മറ്റൊരു രീതിയിലും കാണാം.
മറ്റൊരു രീതിയിൽ എന്താ കാണുന്നതെന്ന് ചോദിച്ചാൽ, അതത് സ്ഥാനങ്ങളിൽ വിശേഷ സന്ദർഭങ്ങൾ സൃഷ്ടിച്ച് അവിടെ അത്തരത്തിലുള്ള ഉപദേശങ്ങൾ കൊണ്ടുവരാനായിട്ട് കഥാസന്ദർഭം സൃഷ്ടിക്കുന്നു എന്നും പറയാം. അപ്പോൾ എന്തിനാണ് പുരാണം എന്ന് ചോദിച്ചാൽ, ഈ തത്വോപദേശം ചെയ്യാൻ മാത്രമായിട്ടാണ്. അത് തന്നെയാണ് ലക്ഷ്യം. അതിലാർക്കും സംശയമില്ല, അതിലാർക്കും വിവാദമില്ല. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ആദിയിലും അന്തത്തിലും എന്താണോ പറഞ്ഞത് അതായിരിക്കണം അതിൻ്റെ സാരം. വക്താവിൻ്റെ സാരം, വക്താവ് പറയാൻ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. എങ്കിൽ അതിനെ എങ്ങനെ അഭ്യസിച്ചു, അതിനെ എങ്ങനെ ആവർത്തിച്ചു? അഭ്യാസം എന്ന് പറഞ്ഞാൽ ആവർത്തനം എന്നാണ്. ആവർത്തിരഭ്യാസ ഉച്ചത്തെ എന്ന് പറയും. ആവർത്തിയാണ്, പുനരാവർത്തിക്കുന്നതിനെയാണ് അഭ്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ തത്വങ്ങളെ തന്നെ ഒന്നാമത്തെ ശ്ലോകത്തിലും രണ്ടാമത്തെ ശ്ലോകത്തിലും പറഞ്ഞ തത്വങ്ങളെ തന്നെ പല രീതിയിൽ ആവർത്തിക്കാൻ, ആ ആവർത്തനത്തിന് ഒരു ഭൂമിക ഉണ്ടാക്കാൻ, ഒരു പൃഷ്ഠഭൂമി ഉണ്ടാക്കാൻ അവിടെ കഥാനകമായിട്ടുള്ള കാര്യങ്ങൾ യോജിപ്പിച്ചു. അതിൽ നമ്മൾ മുമ്പ് ചിന്തിച്ചതുപോലെ ഭഗവാന്റെ ജീവിതം, ശ്രീകൃഷ്ണ ഭഗവാന്റെ ജീവിതം 16 കലകളുള്ള പുരുഷോത്തമനായതുകൊണ്ട് എല്ലാ ഗുണങ്ങളും, വർണ്ണിക്കാൻ പറ്റുന്ന എല്ലാ ഗുണങ്ങളും ഒരു മനുഷ്യാവതാരത്തിൽ ഉണ്ടാകേണ്ട എല്ലാ ഗുണങ്ങളും ആ പുരുഷോത്തമനിലുണ്ട്. അപ്പം അതുകൊണ്ട് അതെല്ലാം ചേർത്ത് ഈ പറയുന്ന ഉപദേശങ്ങളൊക്കെ സാമാന്യ ആൾക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ വ്യാഖ്യാനിച്ച് ഫലിപ്പിക്കാൻ എളുപ്പമാണ് എന്ന രീതിയിലും നമുക്ക് ചിന്തിക്കാം. രണ്ട് രീതിയിലായാലും ശ്രീമദ് ഭാഗവതം തത്വരൂപമായിട്ടുള്ള തത്വജ്ഞാനമാണ്, പാരമഹംസ്യമായിട്ടുള്ള തത്വജ്ഞാനമാണ്. ആ തത്വജ്ഞാനത്തെ അനുഭവിച്ചറിയാൻ ഭഗവാന്റെ ജീവിത കഥ അതോടൊപ്പം ചേർത്തു. അങ്ങനെ ശ്രീമദ് ഭാഗവതം തത്വരൂപത്തിൽ ഭഗവാന്റെ സ്വരൂപവുമായി. അതിൽ ഇന്ന് നമ്മൾ ഒരു സ്തുതി, അത് ഒന്നാമത്തെ സ്കന്ധത്തിൽ വരുന്ന കുന്തിദേവിയുടെ സ്തുതിയാണ്. ആ സ്തുതി ഒന്ന് പരിചയപ്പെടാം. അപ്പം എങ്ങനെയാണ് ഈ സ്തുതികളിലൂടെ ഉപനിഷത്ത് തത്വങ്ങൾ പ്രകടമാക്കുന്നതെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ ഇവിടെ കുന്തിദേവി ഭഗവാനെ നേരിട്ട് സ്തുതിക്കുന്ന ഒരു ഭാഗമാണ് പ്രഥമസ്കന്ധത്തിലെ 8ാം അധ്യായം. കഥയുടെ ഒരു രൂപം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. പാണ്ഡവരെ ഭഗവാൻ രക്ഷിച്ചതും യുദ്ധത്തിൽ, മഹാഭാരത യുദ്ധത്തിൽ ഭഗവാൻ എങ്ങനെയാണ് പാണ്ഡവരെ രക്ഷിച്ച് അവരെ വിജയത്തിലേക്ക് എത്തിച്ചത്, അതെല്ലാം ഓർത്തുകൊണ്ട്, അതുപോലെ പരീക്ഷത്തിനെ രക്ഷിച്ച കഥ, ഗർഭസ്ഥനായിരുന്ന പരീക്ഷത്തിൻ്റെ ആ ഗർഭാവസ്ഥയിൽ അശ്വത്ഥാമാവിൻ്റെ കഥയൊക്കെ നമുക്കറിയാം. അപ്പോൾ അങ്ങനെ ഉണ്ടായ ഒരു സന്ദർഭം, അവിടെ ആ ഒരു സന്ദർഭത്തെ ഓർത്തുകൊണ്ട് എന്തെല്ലാമാണ് ഭഗവാൻ നമുക്ക് ചെയ്തു തന്നിരിക്കുന്നത്, ഭഗവാന്റെ അനുഗ്രഹമാണ് ഇതെല്ലാം, ഭഗവാന്റെ അനുഗ്രഹമില്ലാതെ ഇതൊന്നും സാധ്യമായിരുന്നില്ല എന്ന് കുന്തിദേവി വീണ്ടും വീണ്ടും പറയുകയുണ്ടായിട്ടുണ്ട്. അത് പാണ്ഡവർക്ക് എല്ലാവർക്കും അറിയാം. എങ്കിലും കുന്തിയുടെ ഭക്തിഭാവം, ഭഗവാനിലുള്ള പൂർണ്ണ സമർപ്പണമായിട്ടുള്ള ഭാവം,
അത് മറ്റാർക്കും ഉണ്ടാകില്ല. കുന്തിയുടെ ജീവിതം നമ്മൾ നോക്കിയാൽ ഇത്രയും വലിയ രാജവംശത്തിൽ ജനിച്ചു. അന്നത്തെ കാലത്ത് ഭാരതത്തെ മുഴുവൻ അടക്കി വാണിരുന്ന രാജാക്കന്മാരുടെ കുലത്തിൽ വധുവായിട്ട് വന്നു. ഭഗവാന്റെ ബന്ധുവാണ്, അടുത്ത ബന്ധുവാണ്. എല്ലാ രീതിയിലും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന എല്ലാ സമ്പത്തും സമൃദ്ധിയും ആർഭാടവും പദവിയും ഒക്കെ കുന്തിദേവിക്ക് പ്രാപ്തമായിരുന്നു. പക്ഷേ അതൊന്നും വാസ്തവത്തിൽ ജീവിതത്തിന് സഹായമായിട്ടില്ല എന്നാണ് കാണാൻ സാധിക്കുന്നത്. കർമ്മത്തിൻ്റെ ആ വഴിയിൽപ്പെട്ട് കർമ്മം ഇങ്ങനെ മാറി മാറി വന്നപ്പോൾ ആദ്യം ഭർത്താവ് മരിച്ചു പോകുന്നു. പിന്നെ അത് കഴിഞ്ഞ് മക്കൾക്ക് വേണ്ടിയുള്ള അധികാരത്തിന് വേണ്ടിയുള്ള യുദ്ധമായി, വിവാദമായി, വലിയ വലിയ അപായങ്ങളുണ്ടായി. അങ്ങനെ കൗരവരും പാണ്ഡവരും തമ്മിലുള്ള വിദ്വേഷം വർദ്ധിച്ചു വന്നു. പ്രത്യക്ഷമായ ആൾക്കാർ സഹായമൊക്കെ പറഞ്ഞുവെങ്കിലും സഹകരണമൊക്കെ ഉണ്ടായുവെങ്കിലും വാസ്തവത്തിൽ അതൊന്നും സഹായമായോ സമാധാനമായോ സാന്ത്വനമായോ വന്നില്ല. അവസാനം യുദ്ധം ചെയ്യേണ്ടി വന്നു. എല്ലാം പോയി യുദ്ധത്തിൽ കലാശിച്ചു. വലിയ യുദ്ധം നടന്നു. യുദ്ധത്തിൽ ആര് ജയിക്കും തോൽക്കുമെന്നൊക്കെയുള്ള ആശങ്ക. അങ്ങനെ കുന്തിദേവിയുടെ ജീവിതം നോക്കിയാൽ വളരെ കഷ്ടമായിട്ടുള്ള, എല്ലാം ഉണ്ടായിട്ടും അതൊന്നും അനുഭവിക്കാൻ സാധിക്കാത്ത, അതാണ് കർമ്മഫലം എന്ന് പറയുന്നത്. കർമ്മഫലം എന്ന് നമ്മൾ പറയുമ്പോൾ വെറുതെ പറയുകയല്ല. കർമ്മഫലത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാം ഉണ്ടെങ്കിലും എല്ലാം വ്യവസ്ഥിതമാണെങ്കിലും അതിനൊക്കെ മാറ്റിമറിക്കാനും ഉള്ളതൊക്കെ അനുഭവിക്കാതിരിക്കാനും ഒക്കെ ഉള്ള ആ ഒരവസ്ഥ സൃഷ്ടിക്കാൻ കർമ്മഫലത്തിന് സാധിക്കും. അതുകൊണ്ട് എല്ലാവരും കർമ്മവശത്തിൽപ്പെടുന്നവരാണ്. പക്ഷെ അവിടെ ചെയ്യാവുന്നത് എന്താണ്? അതാണ് കുന്തിയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ പ്രശ്നങ്ങളൊക്കെ എങ്ങനെ സഹിച്ചു? ഇപ്പം കുന്തിയുടെ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങൾ ഒരു 10% പ്രശ്നം നമുക്കുണ്ടായാൽ നമുക്കത് സഹിക്കാൻ സാധിക്കില്ല. പക്ഷെ അതെല്ലാം കുന്തിക്ക് സഹിക്കാൻ സാധിച്ചത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഭഗവാനിലുള്ള സമർപ്പണം കൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ സ്തുതിയിൽ ആ ശ്ലോകം വരും, വളരെ പ്രസിദ്ധമായിട്ടുള്ള ശ്ലോകം. വിപതസ്സന്തു മേ ശശ്വത്. എനിക്കെപ്പോഴും വിപത്ത് തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കട്ടെ. അങ്ങനെ ഉണ്ടായാലും അതെനിക്ക് ബുദ്ധിമുട്ടല്ല, അതെനിക്ക് തടസ്സമല്ല. കാരണം എന്താണ്? എനിക്കെപ്പോഴും ഭഗവാന്റെ ഭജനം, ഭഗവാന്റെ സമർപ്പണം ചെയ്യാൻ സാധിക്കുന്നു. അതാണ് വിപത്തുക്കൾ എനിക്ക് തന്ന സഹായം. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത്രയും പോസിറ്റീവായിട്ടുള്ള ഒരു ചിന്തനം വേറെ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? വിപത്തുക്കൾ വേണ്ട എന്നാണ് നമ്മൾ പറയുന്നത്. വന്നുകൂടിയതൊക്കെ വലിയ വിപത്താണ് എന്ന് നമ്മൾ കരയുന്നു, വിലപിക്കുന്നു, അമർഷം പ്രകടിപ്പിക്കുന്നു, എല്ലാവരോടും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ കുന്തി പറയുന്നത് വിപത്തുക്കളെയൊന്നും ഞാൻ ഗണിക്കുന്നില്ല. വിപത്തുകൾ വന്നുകൊണ്ടേയിരിക്കട്ടെ. കാരണം വിപത്തുകൾ വരുമ്പോഴാണ് എനിക്ക് ഭഗവത് ഭജനം ചെയ്യാൻ സാധിക്കുന്നത്, കൂടുതൽ ഭഗവാനെ ഓർക്കാൻ സാധിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ ആർക്കാ ചിന്തിക്കാൻ സാധിക്കും? അതാണ് ഭഗവാനോടുള്ള പ്രേമം.
അപ്പോൾ ബാക്കിയൊക്കെ സംഭവിക്കുന്നത് അത് അതിൻ്റെ വഴിക്ക് പോകുന്നു. അത് കർമ്മമാണ്, കർമ്മഫലമാണ്, ആർക്കും മാറ്റാൻ സാധിക്കില്ല. ഭഗവാനോട് ഒരിക്കലും കുന്തി അപേക്ഷിക്കുന്നില്ല, എൻ്റെ ഈ വിപത്തുക്കളൊക്കെ ഒന്ന് മാറ്റിത്തരണം, ഇതൊക്കെ എനിക്ക് സഹിക്കാൻ സാധിക്കണം, അങ്ങനെ വേണം ഇങ്ങനെ വേണം, ഒന്നും ഒരു സൗകര്യങ്ങളും ചോദിക്കുന്നില്ല. മറിച്ച് വിപത്തുക്കൾ ഇനിയും വരട്ടെ എന്നാണ് പറയുന്നത്. എത്ര ധൈര്യം എന്ന് നോക്കും. ആ അമ്മയുടെ മനസ്സിലുള്ള ധൈര്യം ഒന്ന് ആലോചിച്ചു. അതാണ് യഥാർത്ഥ ഭക്തി. ഭക്തി നമുക്ക് പകർന്നു തരുന്ന ധൈര്യം എന്ന് പറയുന്നത് കുന്തി മാതാവിൻ്റെ ആ ധൈര്യമാണ്. അത് നമുക്ക് ലഭിച്ചാൽ നമ്മുടെ ജീവിതം സഫലമായി. ആ ഭാവം നമ്മുടെ മനസ്സിൽ, അതിൻ്റെ ഒരു ശതമാനമെങ്കിലും നമ്മുടെ മനസ്സിലേക്ക് വന്നാൽ നമ്മുടെ ഈ വിപത്തുക്കളൊന്നും ഒന്നുമല്ല. യദേവ ഉപനതം ദുഃഖാ തത് സുഖം രസവത്തരം എന്ന് സുഭാഷിതം പറയും. എന്താണോ ദുഃഖത്തിൽ നിന്ന്, കഷ്ടത്തിൽ നിന്ന്, പീഡനത്തിൽ നിന്ന്, നമ്മുടെ മനസ്സിൻ്റെ ശോകാവസ്ഥയിൽ നിന്നുണ്ടാകുന്നത്, അത് സുഖവത്തരമായിരിക്കും. നിർവാണായ ഹി തരുശാഖ തപ്തസ്യ ഹി വിശേഷത. ചൂട് വെയിലത്ത്, അതിയായ ചൂടത്ത്, ഏപ്രിൽ മാസത്തിലെ ചൂട്, ആ ചൂടത്ത് ഒരു വഴി നടപ്പുകാരന് വഴി നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അയാൾക്ക് സുഖം ലഭിക്കുന്നത്, ആശ്വാസം ലഭിക്കുന്നത് എപ്പോഴാണ്? ഒരു മരച്ചുവട്ടിലെത്തുമ്പോൾ. അപ്പം നമ്മൾ പലപ്പോഴും മരച്ചുവട്ടിൽ പോവാറുണ്ട്, പക്ഷെ ആ സുഖം നമുക്ക് ലഭിക്കില്ല. ചൂടത്ത് നടന്ന് തളർന്ന് അവശനായി വരുന്ന ഒരു വ്യക്തിക്കാണ് ആ മരച്ചുവട്ടിൽ പോകുമ്പോൾ മരച്ചുവട്ടിലെ തണലിൻ്റെ ആശ്വാസം ശരിക്ക് ആസ്വദിക്കാൻ സാധിക്കുക, ആ സുഖം ആസ്വദിക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ആ ഭാവം അത് വളരെ മഹത്താണ്. അപ്പം അതുകൊണ്ട് ആ ഭാവത്തിലാണ് കുന്തിയുടെ ഇവിടെ സ്തുതി. കഥയുടെ ബാക്കി അംശങ്ങൾ നിങ്ങൾക്കറിയാം, ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. കഥ സൂചിപ്പിച്ചാൽ തന്നെ നിങ്ങൾക്ക് കഥയൊക്കെ ഓർമ്മ വരും, കാരണം ഇതെല്ലാം എത്രയോ തവണ കേട്ടിരിക്കുന്നു. അപ്പോൾ അതൊരു വലിയ സഹായമാണ്. കുന്തി ഉവാച നമസ്യേ പുരുഷം ത്വാമാദ്യമീശ്വരം പ്രകൃതേ പരം അലക്ഷ്യം സർവഭൂതാനാമന്തർബഹിരവസ്ഥിതം. നമസ്തേ ഭഗവൻ. ഭഗവാന് നമസ്കാരം പറഞ്ഞുകൊണ്ട് പുരുഷം ത്വാം ആദ്യമീശ്വരം പ്രകൃതേ പരം, ഈ പറയുന്ന വാക്കുകളൊക്കെ നോക്കൂ. ഭഗവാന്റെ സ്വരൂപത്തിൽ ഭഗവാൻ പുരുഷരൂപ ചൈതന്യമാണ്, ആത്മാവാണ്. എങ്ങനെയുള്ള ചൈതന്യം? ആദ്യം ഈശ്വരം പരം, ആ പരമമായതാണ്. ഈ പരമശബ്ദം എത്രയോ തവണ ഭാഗവതത്തിൽ വന്നിട്ടുണ്ട്. കുറഞ്ഞത് ഒരു 500 തവണയെങ്കിലും ഉണ്ടാവും തോന്നുന്നു. അപ്പോൾ പരമമായ തത്വം, പരമമായ ഒരവസ്ഥയിൽ നിൽക്കുന്ന ആ സച്ചിദാനന്ദ സ്വരൂപമാണ്, ഈശ്വരനാണ്, പ്രകൃതിയുടെ ഈശ്വരനാണ്, പ്രകൃതിയെ ചലിപ്പിക്കുന്നതാണ്. അലക്ഷ്യം സർവഭൂതാനാം, അതും പറയുന്നുണ്ട്. എന്നാൽ സാധാരണ ആൾക്കാർക്ക് സാധാരണ രീതിയിൽ അലക്ഷ്യമാണ്, അറിയാൻ കഴിയാത്ത സ്വരൂപമാണ്. ഇതല്ലേ പരമാത്മാവിൻ്റെ സ്വരൂപം? ഇന്നലെ പറഞ്ഞുവല്ലോ, സമാധി ഭാഷയിൽ ഉപനിഷത്തുക്കൾ നമ്മളോട് സംസാരിക്കുന്നത് ഈ സ്വരൂപത്തെയാണ്, ഈ സ്വരൂപത്തെക്കുറിച്ചാണ്. സർവഭൂതാനാം അലക്ഷ്യം അന്തർബഹിരവസ്ഥിതം. എന്നാൽ എല്ലാത്തിൻ്റെയും അകത്തും പുറത്തും നിലകൊള്ളുന്നത്, സർവവ്യാപകമായി നിലകൊള്ളുന്നത് അത് അങ്ങയുടെ സ്വരൂപം തന്നെയാണ്. മായാജവനികാച്ഛന്നമജ്ഞാധോക്ഷജമവ്യയം ന ലക്ഷ്യത്തെ മൂഢദൃശാ നട്ടോ നാട്യധരോ യഥാ. അങ്ങനെയുള്ള നിന്തുരുവഴികളുടെ രൂപം മായാച്ഛന്ന യവനികയാൽ മറഞ്ഞിരിക്കുന്നത് കൊണ്ട്, മായ തന്നെ ഒരു യവനികയാണ്, ഒരു ആവരണമാണ്. ആ യവനികയാൽ ആച്ഛന്നമായിരിക്കുന്നത് കൊണ്ട്
അജ്ഞാന അധോക്ഷജം അവ്യയം. അജ്ഞാനികളായിട്ടുള്ളവര് അവ്യയമായിട്ടുള്ള ആ സ്വരൂപത്തെ അറിയുന്നില്ല, അവർക്കറിയാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് അത് അലക്ഷ്യമായിരിക്കുന്നത്. ന ലക്ഷ്യസേ മൂഢദൃശ. മൂഢബുദ്ധികൾക്ക്, ഈ മൂഢൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മോഹിതൻ എന്നർത്ഥം. ഒന്നിൽ ആകൃഷ്ടമാകുമ്പോൾ മറ്റൊന്ന് അറിയാതിരിക്കുന്ന, അതിൻ്റെ യഥാർത്ഥ രൂപം അറിയാതിരിക്കുന്ന അവസ്ഥ, അതിനെയാണ് മോഹിത അവസ്ഥ എന്ന് പറയാം. നമ്മൾ സ്വർണ്ണക്കടയിൽ ആഭൂഷണം വാങ്ങാൻ പോകുമ്പോൾ, ആഭരണങ്ങളൊക്കെ വാങ്ങാൻ പോകുമ്പോൾ സ്വർണ്ണക്കടയിൽ പോയിട്ട് എന്താ കാണുക എന്ന് ചോദിച്ചാൽ വളയും മാലയും കമ്മലും ഒക്കെ ആയിരിക്കും കാണുക, അല്ലേ? നമ്മൾ ചോദിച്ച് വാങ്ങുന്നത് അങ്ങനെയാണ്. വാസ്തവത്തിൽ അതെന്താണ്? സ്വർണമാണ്. പക്ഷേ നമ്മുടെ ദൃഷ്ടി അത് ഈ പറഞ്ഞതുപോലെ മോഹിതമാണ്. ആഭരണങ്ങളുടെ അതത് രൂപങ്ങളിൽ മോഹിതമാണ്, അത്യന്തം ആസക്തമാണ്. അങ്ങനെ ആസക്തമായിരിക്കുമ്പോൾ അതിൻ്റെ കാരണമെന്ത്, അതെങ്ങനെ ഉണ്ടായി എന്നൊന്നും ചിന്തിക്കാതെ അങ്ങനെ തന്നെ വ്യവഹരിക്കുന്നു. അതാണ് വാസ്തവത്തിൽ മായയുടെ ആവരണം. മായയുടെ ആവരണം എന്ന് പറയുമ്പോൾ യവനിക എന്നിവിടെ പറഞ്ഞു, ഒരു തുണിയാണ്, ഒരു കർട്ടനാണെന്ന് പറഞ്ഞു. പക്ഷെ കർട്ടനല്ല, മായയ്ക്ക് അങ്ങനെ കർട്ടനൊന്നുമില്ല. മായയുടെ കർട്ടൻ എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും മൊത്തത്തിൽ കർട്ടൻ വിരിച്ചിരിക്കുകയാണ്. നമ്മൾ ഇരിക്കുന്നതും നടക്കുന്നതും എല്ലാം ആ കർട്ടനുള്ളിലാണ്. എന്തിനേറെ ചിന്തിക്കുന്നതും ആ കർട്ടനുള്ളിൽ നിന്നുകൊണ്ടാണ്. എന്നാൽ ആ കർട്ടൻ കാണാനും സാധിക്കില്ല. അങ്ങനെയുള്ള വലിയൊരു യവനികയാണ്, ആവരണമാണ് മായ വിരിച്ചിരിക്കുന്നത്, മഹാമായയുടെ ആ ശക്തി. നോക്കൂ, കുന്തിദേവി വളരെ വ്യക്തമായിട്ട് ആ തത്വജ്ഞാനത്തെ എടുത്തു പറയുകയാണ്. എന്തുകൊണ്ടാണ് ഭഗവാനെ അറിയാൻ സാധിക്കാത്തത്? ആ മഹാമായ കൊണ്ടാണ്. ഈ മഹാമായയുടെ ആവരണം യവനിക എന്ന് പറയുന്നത് കാണാൻ സാധിക്കാത്ത, തൊട്ടറിയാൻ സാധിക്കാത്തതാണ്. അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടേ അത് ചിന്തിക്കാൻ പറ്റുള്ളൂ. അതിന് പുറത്ത് ആർക്കും പോകാൻ സാധിക്കില്ല. ഈശ്വരൻ മാത്രം അതിന് പുറത്ത് നിൽക്കുന്നു. ബാക്കിയുള്ള എല്ലാം ഈ മായയ്ക്ക് ഉള്ളിൽ, മായയുടെ ആവരണത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്നു. അങ്ങനെ അകത്തും പുറത്തും എല്ലാത്തിലും ഈ മായാമോഹം എന്ന് പറയുന്നത് വ്യാപിച്ചിരിക്കുന്നു. അങ്ങനെ വ്യാപിച്ചിരിക്കുന്നത് കൊണ്ട് കണ്ടാലും പശ്യൻ അപി ന പശ്യത്തി, കണ്ടുകൊണ്ടേയിരിക്കുന്നു പക്ഷെ കാണുന്നില്ല, അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു പക്ഷെ അറിയുന്നില്ല. അതാണ് അതിലുള്ള ഇന്ദ്രജാലം. മായയുടെ ഇന്ദ്രജാലം, മഹാ ഇന്ദ്രജാലം എന്ന് പറയുന്നത് അതാണ്. ശ്വേതാശ്വേതര ഉപനിഷത്ത് പറയും, മായാം തു പ്രകൃതിം വിദ്യാത് മായിനം തു മഹേശ്വരം. നോക്കൂ, ഇവിടെ ഈ രണ്ട് ശ്ലോകങ്ങളിൽ ആദ്യത്തെ ശ്ലോകത്തിലെ കുന്തിദേവി പ്രകൃതേ പരം എന്ന് ഉപദേശിച്ചു. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ശ്ലോകത്തിൽ ആ പ്രകൃതിയെ തന്നെ മായാജവനിക ആച്ഛന്നം എന്ന് പറഞ്ഞു. അവ്യയമായിരിക്കുന്ന അതിനെ തിരിച്ചറിയാൻ സാധിക്കാത്തത് പ്രകൃതി രൂപത്തിലുള്ള ഈ മായയുടെ ശക്തി കൊണ്ടാണ്, ആവരണം കൊണ്ടാണ്. അപ്പോൾ അത് ഓർക്കുക. എന്താണോ കാണുന്നത് അതല്ല സത്യം. എന്താണോ ചിന്തിക്കപ്പെടുന്നത്, മനസ്സിലാക്കപ്പെടുന്നത് അതല്ല സത്യം. അതിനപ്പുറത്തൊരു സത്യമുണ്ട്. കാണുമ്പോൾ കാണാത്തതായൊരു സത്യമുണ്ട്, കേൾക്കുമ്പോൾ അറിയാത്തതായൊരു സത്യമുണ്ട്, ചിന്തിക്കുമ്പോൾ മനസ്സിലാകാത്തതായൊരു സത്യം ചിന്തയുടെ പുറകെ നിൽക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിച്ചാൽ, അങ്ങനെ അഭ്യസിക്കാൻ സാധിച്ചാൽ മായയിൽ നിന്ന് പുറത്തു വരാൻ വളരെ ഈസിയാണ്. ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള, ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു പരിപാടിയാണ് പറഞ്ഞത്. എന്താ പറഞ്ഞത് മനസ്സിലായോ? എന്താ പറഞ്ഞത്?
മനസ്സിലായില്ലല്ലേ? ഇതാണ് മായ. അത് കേട്ടാലും എന്താ കേട്ടത് എന്ന് മനസ്സിലാവില്ല. എന്താണ് ഞാൻ പറഞ്ഞത്? പശ്യന്നവിന പശ്യതി, കണ്ടുകൊണ്ടേയിരിക്കുന്നു, അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു, പക്ഷേ അറിയേണ്ടതിനെ അറിയുന്നില്ല. അത് പറഞ്ഞു തരുന്നത് വരെ അതറിയാൻ സാധിക്കില്ല. പക്ഷെ അങ്ങനെ ചിന്തിച്ചാൽ നമ്മൾ കാണുന്നത് എന്തൊക്കെ നമ്മൾ കാണുന്നുവോ അത് മായാച്ഛന്നമായതിനെയാണ്, കാണുന്നതല്ല സത്യം എന്ന് ഓരോ തവണയും ഓർക്കുക. ഈ കാണുന്നതിനപ്പുറത്താണ് സത്യത്തിൻ്റെ സ്ഥിതി. ഇപ്പോൾ ഇത് ടേബിൾ എന്ന് പറഞ്ഞ് കാണുന്നുണ്ട്, ഇത് ടേബിളല്ലേ? നമ്മൾ പറയുന്നതും വ്യവഹരിക്കുന്നതും ഒക്കെ ഇത് ടേബിൾ എന്നാണ്. പക്ഷേ ഈ ടേബിള് എന്ന് പറഞ്ഞ് വ്യവഹരിക്കുന്നതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഉള്ളത്? എന്താണ് ഈ ടേബിള്? ഇത് തടിയാണ്, ഇത് പഞ്ചഭൂതമാണ്. ആ പ്രക്രിയ ഓർമ്മിക്കണം. പിന്നെ ആ പഞ്ചഭൂതങ്ങൾ ഉണ്ടായത് ആത്മാവിൽ നിന്നാണ്. അങ്ങനെ നോക്കിയാൽ ഈ ടേബിൾ എന്താണ്? സച്ചിദാനന്ദ ബ്രഹ്മമാണ്, ആത്മാവാണ്. പക്ഷെ നമുക്കിത് ടേബിളാണ്, അല്ലേ? അപ്പോൾ കാണുന്നതിൽ തന്നെ അതുണ്ട്, പക്ഷെ അത് കാണാൻ സാധിക്കാത്ത രീതിയിലാണ്. ഇപ്പോൾ ആറ്റംസിനെ കുറിച്ച് പറഞ്ഞാൽ, അത് സയൻസിൻ്റെ രീതിയിൽ പറയുകയാണെങ്കിൽ ഇതെല്ലാം ആറ്റം കൊണ്ടുണ്ടായതാണ്, ആറ്റംസ് ആണെന്ന് പറയുന്നുണ്ടല്ലോ. പരമാണുക്കൾ നമുക്ക് കാണാൻ സാധിക്കുമോ? ഇല്ല. അപ്പോൾ കാണാൻ സാധിക്കാത്ത പരമാണുക്കൾ കൊണ്ടുണ്ടായതാണ് കാണപ്പെടുന്നത്. അതെങ്ങനെയാണ് ശരിയാവുക? കാണാൻ സാധിക്കാത്ത പരമാണു കൊണ്ടുണ്ടായത് കാണുകയോ? അതെങ്ങനെയാ? അതാണ് മായ. വെള്ളത്തിൻ്റെ കോമ്പൗണ്ട്സ് എന്തൊക്കെയാണ്? H2O, അങ്ങനെയാണല്ലോ. ഹൈഡ്രജൻ്റെ 2 മാത്രകളും ഓക്സിജൻ്റെ 1 മാത്രയും. ഈ ഹൈഡ്രജനും ഓക്സിജൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ഗ്യാസസ്, അല്ലേ? 2 ഗ്യാസസ് ആണത്, 2 വായുക്കളാണ്. ഓക്സിജൻ സിലിണ്ടർ നമുക്ക് കിട്ടാറുണ്ട്, ഹൈഡ്രജൻ സിലിണ്ടറും ഉണ്ട്. ഇത് രണ്ടും ഗ്യാസാണ്. ഗ്യാസ് എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നതാണോ? അല്ല. ടേസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണോ? അല്ല. പക്ഷെ ഇത് രണ്ടും കൂടെ ചേർന്ന് വെള്ളമാകുമ്പോഴോ? അത് കാണാനും സാധിക്കുന്നു, ടേസ്റ്റ് ചെയ്യാനും സാധിക്കുന്നു, അനുഭവിക്കാനും സാധിക്കും. അപ്പം അതെങ്ങനെയായി? നിയമം പറയുന്നത് എങ്ങനെയാണോ കാരണം അങ്ങനെയാണ് കാര്യമുണ്ടാകേണ്ടത്. അച്ഛൻ മനുഷ്യനാണെങ്കിൽ പുത്രനും മനുഷ്യനായിരിക്കും. അല്ലാതെ അച്ഛൻ മനുഷ്യൻ പുത്രൻ കുരങ്ങൻ അങ്ങനെ ഉണ്ടാവില്ല. കാരണം എന്താണോ, പിതാവ് എങ്ങനെയാണോ അതുപോലെ ആയിരിക്കും പുത്രൻ ഉണ്ടാകുക എന്നാണ് നിയമം. അങ്ങനെയാണെങ്കിൽ ഹൈഡ്രജനും ഓക്സിജനും കാണാത്ത വസ്തുക്കളാണ്, കാണപ്പെടാത്ത വസ്തുക്കളാണ്, 2 ഗ്യാസസ് ആണ്. അപ്പോൾ അതിൽ നിന്ന് ഉണ്ടായത് എങ്ങനെ വെള്ളമായി? അത് രണ്ടും ഗ്യാസസായി തന്നെ ഇരിക്കണ്ടായിരുന്നു. എങ്ങനെയാണ് കാണാതിരിക്കുന്ന വസ്തു കാര്യത്തിൻ്റെ രൂപത്തിൽ മറ്റൊരു ഭാവത്തിൽ പ്രകടമാകുമ്പോൾ കാണപ്പെടുന്നതാകുക? അതാണ് മായയുടെ ശക്തി. അപ്പോൾ നമ്മൾ സയൻസിനെ കുറിച്ച് പറഞ്ഞാലും മറ്റേത് ശാസ്ത്രമേഖലയെക്കുറിച്ച് പറഞ്ഞാലും എല്ലാ സ്ഥലത്തും എല്ലാത്തിലും ഒരു പോയിൻ്റ് ഉണ്ട്, അവിടെ ഒരു ട്വിസ്റ്റുണ്ട്, ഒരു യൗക്തികമായി മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു പരിവർത്തനം. അതിന്നും സയൻസിന് മനസ്സിലായിട്ടില്ല, ആർക്കും മനസ്സിലായിട്ടില്ല. അപ്പോൾ അവരതിനൊരു പ്രത്യേക കോമ്പിനേഷനൊക്കെ കണ്ടുപിടിച്ച് അങ്ങനെയൊക്കെ പറയും, ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആവുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും എന്നൊക്കെ. അതാണ്, ആ ട്വിസ്റ്റാണ് നമ്മൾ കാണാത്തൊരു സാധനം. അതാണ് മായ. ഈ വലിയ വലിയ അശ്വത്ഥ വൃക്ഷങ്ങളൊക്കെ ഉണ്ടല്ലോ, ആൽമരങ്ങൾ. അപ്പോൾ ഈ ആൽമരത്തിൻ്റെ വിത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആൽമരത്തിൻ്റെ വിത്ത് വളരെ ചെറുതാണ്, ചെറിയൊരു പഴം ഉണ്ടാകും. ആ പഴത്തിൻ്റെ അകത്ത് കടലമണിയുടെ അത്രയുള്ള പഴമാണ്. അതിൻ്റെ അകത്ത് 100 വിത്തുകളുണ്ടാവും. അത് നമ്മളെ കടുക് മണിയേക്കാളും ചെറുതാണ്.
നമുക്ക് വിരലുകൾ കൊണ്ട് എടുക്കാൻ സാധിക്കില്ല, അത്രയും ചെറുതാണ്. അത്രയും ചെറുതായ ആ വിത്തിൽ നിന്നാണ് ഇത്രയും വലിയ ഒരു ആൽമരം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ആ വിത്ത്, ആ ബീജം, ആ ബീജത്തിൽ ആൽമരം ഉണ്ടോ ഇല്ലയോ? ഉണ്ടോ ഇല്ലയോ? ഉണ്ടെന്ന് പറയണം. അത് ആ വിത്ത് പൊട്ടിച്ചു നോക്കിയാൽ ആൽമരത്തിൻ്റെ എന്തെങ്കിലും അതിൽ കാണാൻ പറ്റുമോ? ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഇത്രയും ഒന്നും കാണാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, അത് കാണാൻ സാധിക്കില്ല. അപ്പോൾ കാണുന്ന ആൽമരത്തെ നമ്മൾ വിത്തിനോട് സാദൃശ്യം ചെയ്ത് നോക്കിയാൽ എത്ര വലിയൊരു അത്ഭുതമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. ഒരു വെയ്റ്റ്ലെസ് ആയിട്ടുള്ള, അതായത് അതിനെ തൂക്കിയാൽ വെയിറ്റേ ഉണ്ടാവില്ല, അത്രയും വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു വിത്ത് അതിങ്ങനെ വെള്ളത്തിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഉണങ്ങിയ വിത്താണെങ്കിൽ പൊങ്ങിക്കിടക്കും. അങ്ങനെയുള്ള വിത്തിൽ നിന്ന് ഇത്രയും ടൺ കണക്കിന് ഹെവി ആയിട്ടുള്ള ഒരു ആൽമരം ഭാവിയിൽ ഉണ്ടാവുകയാണ്. അപ്പോൾ സാമാന്യ ബോധമുള്ള ഒരാൾ ചിന്തിച്ചാൽ അയാൾക്ക് മനസ്സിലാകും ഭഗവാൻ എത്രയോ മുമ്പ് ഈ നാനോ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചിരിക്കുന്നു എന്ന്. അതെന്തിനാണ് ഈ ബീജം ഇത്രയും ചെറുതാക്കി ഉണ്ടാക്കിയതെന്ന് ചോദിച്ചാൽ, ബാക്കിയൊക്കെ മത്തൻ്റെ ബീജവും മത്തൻ്റെ വിത്തും മറ്റുമൊക്കെ വലിയ വിത്തുകളാണ്. അത്രയും ചെറുതാക്കി ഉണ്ടാക്കിയതിന് ഒരു രഹസ്യമുണ്ട് അതിൻ്റെ പിന്നിൽ. ഇതൊക്കെ നമ്മൾ പഠിക്കണം. ഇതൊക്കെ ചിന്തിച്ചാലേ ഭഗവാൻ തന്നെയാണ് ഇതെല്ലാം ഉണ്ടാക്കിയത് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും. അതുണ്ടാക്കാൻ ഭഗവാൻ ഉപയോഗിച്ച ടെക്നോളജിയുടെ പേരാണ് മായ. നാനോ ടെക്നോളജി അല്ല, മായ. മായയുടെ അടുത്ത് എല്ലാ ടെക്നോളജിയും ഉണ്ട്. അതിപ്പോൾ ഇവർ ചിന്തിച്ച് ഇത് എങ്ങനെയൊക്കെയാണ് ഭഗവാൻ ഉണ്ടാക്കിയതെന്ന് ചിന്തിച്ചിട്ടാണ് ഇപ്പം നാനോ ടെക്നോളജിയിൽ എത്തിപ്പെട്ടിരിക്കുന്നത്. ഭഗവാന്റെ അടുത്ത് ഒരു ടെക്നോളജിയേ ഉള്ളൂ, ഒരു ഡിഗ്രിയെ ഭഗവാന്റെ കയ്യിലുള്ളൂ. എന്താണ്? മായ എന്ന് പറയുന്ന ഡിഗ്രി. അതാണ് ഭഗവാനെ സോപാധികനായിട്ടുള്ള, നമ്മൾ വേദാന്തത്തിലെ സോപാധികനായിട്ടുള്ള സച്ചിദാനന്ദ സ്വരൂപൻ എന്ന് പറഞ്ഞാൽ, ഈ ഉപാധി എന്ന് പറഞ്ഞാൽ ഡിഗ്രി ആണല്ലോ. നമ്മുടെ ഓരോ ഡിഗ്രികൾ പ്രാപിക്കുമ്പോഴുള്ള ഉപാധി എന്ന് മലയാളത്തിൽ പറയാറ്. അപ്പോൾ ഭഗവാൻ ഒരൊറ്റ ഉപാധിയേ ഉള്ളൂ. എന്താണ്? മായാശക്തിമാനാണ് ഭഗവാൻ. അപ്പോൾ ഈ ചെറിയ ബീജം ഇത്രയും ചെറുതായിട്ട് ഉണ്ടാക്കിയതിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ അതിലൊരു രഹസ്യമുണ്ട്. ഈ ആൽമരത്തിൻ്റെ ബീജവിസ്താരം അല്ലെങ്കിൽ അതിൻ്റെ സന്തതി വിസ്താരം നടക്കുന്നത് ഈ ആൽമരത്തിൻ്റെ പഴത്തെ പഴുക്കുമ്പോൾ അത് പക്ഷികൾ ഭക്ഷിക്കും. പക്ഷികൾ ആ ബീജം ഭക്ഷിച്ച് അത് കഴിഞ്ഞ് ആ പക്ഷികൾ അത് കാഷ്ടിക്കും. കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം പക്ഷികളുടെ കാഷ്ടത്തിൽ നിന്നാണ് ആ വിത്ത് മുളച്ചുണ്ടാവുക. അല്ലാതെ ആൽമരത്തിൻ്റെ ചുവട്ടിൽ എത്ര തന്നെ വിത്ത് വീണാലും പഴുത്ത് കിടക്കുന്ന വിത്തുകളെല്ലാം അവിടെ വീണ് കിടക്കുന്ന കാണാൻ സാധിക്കും. അതിൽ നിന്ന് ഒരു ആൽമരം പോലും ഉണ്ടാകില്ല. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകാത്തതെന്ന്? സ്വാഭാവികമായിട്ടും മറ്റെല്ലാത്തിലും അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ തേങ്ങയാണെങ്കിൽ താഴെ വീട് കഴിഞ്ഞാൽ അടുത്ത് മണ്ണ്, അതിന് സൗകര്യവും വെള്ളമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ തന്നെ തെങ്ങ് മുളയ്ക്കും. പക്ഷെ ആൽമരം അങ്ങനെ മുളയ്ക്കില്ല. ആൽമരം മുളയ്ക്കണമെങ്കിൽ അത് പക്ഷികളുടെ വയറ്റിൽ പോകണം, ഉദരത്തിൽ പോകണം, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഉദരത്തിൽ പോകണം. പോയിട്ട് അതുമാതിരി അത് പുറത്ത് വരണം. അത് ഉദരത്തിൽ പോയാൽ അത് ദഹിക്കില്ല. അങ്ങനെയാണ് അതിൻ്റെ ടെക്നോളജി, അതിൻ്റെ ഫോർമേഷൻ ചെയ്തിരിക്കുന്നത്. ദഹിക്കാതെ അത് പുറത്ത് വരും, മലത്തിലൂടെ പുറത്ത് വരും. അങ്ങനെ പക്ഷികൾ ഓരോ സ്ഥലത്ത് പോയി കാഷ്ടിക്കുമ്പോൾ അവിടെയൊക്കെ ആൽമരമുണ്ടാകും. ഞാനീ പറയുന്നത് വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ഭഗവാൻ സൃഷ്ടി ഉണ്ടാക്കാൻ മായയെ എങ്ങനെയാണ് ഉപയോഗിച്ചതെന്നും എന്തുകൊണ്ട് ഭഗവാനാണ് ഈ സൃഷ്ടി ഉണ്ടാക്കിയതെന്ന് പറയേണ്ടി വരുന്നു എന്നതിനും യുക്തിയാണ് ഞാനീ പറയുന്നത്. നമുക്കിതൊന്നും കാണാൻ സാധിക്കുന്നില്ല. കാണാൻ സാധിക്കുന്നുണ്ടോ? ഇതൊന്നും കാണാൻ സാധിക്കും. എന്തൊക്കെയാണ് ഭഗവാൻ ചെയ്യുന്നത്? അതുകൊണ്ടാണ് മായാ യവനിക എന്ന് പറയുന്നത്. അങ്ങനെ ഈ
വിത്ത് എവിടെയൊക്കെ വീഴുന്നുവോ, എവിടെയൊക്കെ പക്ഷി കാഷ്ടിക്കുന്നുവോ അവിടെയൊക്കെ മഴ സമയമൊക്കെ വരുമ്പോൾ അത് സാധനം മുളയ്ക്കും. അതെല്ലാം ഈ ഋതുക്കളുമായിട്ട് കണക്റ്റഡാണ്. അതായത് പഴം വരുന്ന സമയം, പഴം വന്ന് പഴുത്ത് കഴിഞ്ഞ് നിശ്ചിത സമയത്തിന് ശേഷമേ മഴ വരുള്ളൂ. അപ്പോൾ ഇതിനിടയ്ക്ക് പക്ഷികൾ ഇതെല്ലാം തിന്ന് ആ എല്ലാ സ്ഥലത്തും സന്തതി പരമ്പരയെ എത്തിക്കും. അത് ആലിൻ്റെ ചുവട്ടിൽ തന്നെ ഉണ്ടാവാത്തതിന് കാരണം എന്ന് ചോദിച്ചാൽ, ആലിൻ്റെ ചുവട്ടിൽ വേറൊരാല് ഉണ്ടാകില്ല. അതിന് ടെക്നിക്കലി പ്രോബ്ലം എന്ന് പറഞ്ഞാൽ, ഈ ആല് വളരെ വിസ്തരിച്ച മരമാണ്. അതിപ്പോൾ ഭാരതത്തിൽ തന്നെ ഏറ്റവും വലിയ ആല് മദ്രാസിലാണുള്ളത്. തിയോസഫിക്കൽ സൊസൈറ്റിയുടെ കോമ്പൗണ്ടിൻ്റെ അകത്താണ് അത്രയും വലിയ ആളുകൾ. എത്രയോ ഏക്കർ പരന്നു കിടക്കുന്ന ഒരാലാണ്. അപ്പോൾ അങ്ങനെയാണ് ആല് വളരുക. അങ്ങനെ വളരുന്നത് കൊണ്ട് തന്നെ ആ ആൽമരത്തിൻ്റെ വിത്തുകൾ അവിടെ തന്നെ വീഴുന്ന് മുളച്ചാൽ ഒരു വിത്തും മുളച്ച് വലുതാകാൻ സാധിക്കില്ല. പിന്നെ അവിടെ വലിയ പ്രശ്നം ഉണ്ടാകും, കുടുംബ പ്രശ്നം ഉണ്ടാകും. എല്ലാവർക്കും കൂട്ടുകുടുംബമായിട്ട് അവിടെ താമസിക്കാൻ സാധിക്കില്ല, കാരണം അത്രയും സ്പേസ് വരില്ല. പിന്നെ എങ്ങനെയാണ് സ്പേസ് അക്വയർ ചെയ്യുക എന്നൊക്കെ ഉള്ള വലിയ പ്രശ്നം വരും. അപ്പോൾ അതുകൊണ്ട് ആ ടെക്നോളജി എത്ര കൃത്യമായിട്ട് ഉപയോഗിച്ചു നോക്കും. അതിനുപയോഗിച്ചത് പക്ഷികളെ മീഡിയമാക്കി. അപ്പോൾ പക്ഷികളെന്താണ്, സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് ഭക്ഷിച്ച് വേറെ എവിടെയെങ്കിലും പോയിട്ട് കാഷ്ടിക്കും. സ്വാഭാവികമായിട്ടും അങ്ങനെ സംഭവിക്കും. അപ്പോൾ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോയി കാഷ്ടിക്കും. അതുകൊണ്ടാണ് ചില മരത്തിൻ്റെ മുകളിൽ അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ മുകളിൽ, ഈ പാറയുടെ മുകളിൽ എവിടെയൊക്കെ ആൽമരം മുളച്ച് നിൽക്കുന്ന കാണാൻ സാധിക്കുക. നമ്മുടെ ഭാരതത്തിൽ ഒരു പ്രത്യേക സ്ഥലമുണ്ട്, ഗുജറാത്തിൽ വഡോദര എന്ന് പറയുന്ന സ്ഥലം. ഈ വട ഉദര, ഈ ആ ശബ്ദത്തിന് അർത്ഥം തന്നെ അവിടെ ഇഷ്ടം പോലെ ആൽമരങ്ങളാണ്. ആൽമരങ്ങളോട് ആൽമരങ്ങൾ, എവിടെ നോക്കിയാലും ആൽമരങ്ങൾ കാണാൻ സാധിക്കും. ഇപ്പോഴും അങ്ങനെയാണ്. അവിടെ പോയാൽ അത് പഴയ ആ വഡോദരയുടെ നഗരങ്ങളിലൂടെയൊക്കെ ഇങ്ങനെ ചുറ്റിക്കറങ്ങിക്കഴിഞ്ഞാൽ ഇത്രയും വിചിത്രമായിട്ട് ആൽമരങ്ങളെ കാണാൻ സാധിക്കും. എവിടെയൊക്കെയാണ് ആൽമരങ്ങൾ പൊടിച്ചു നിൽക്കുന്നത്. അതിന് വെള്ളം വേണ്ട, സംരക്ഷണം വേണ്ട, ഒന്നും വേണ്ട. ഇത്രയേ വേണ്ടുള്ളൂ, ഇത് അവിടെ കൃത്യസമയത്ത് എത്തണം. പാറയുടെ മുകളിലായാലും ശരി, എവിടെ ആയാലും ശരി, എത്തിപ്പെട്ടാൽ അതൊന്ന് പിടിച്ചു കിട്ടിയാൽ പിന്നെ ബാക്കിയെല്ലാം നടക്കും. നമ്മൾ വീടിൻ്റെ മുറ്റത്ത് ചെടി നട്ടിട്ട് എന്തെല്ലാം സംരക്ഷണം ചെയ്തിട്ടാണ് അത് വളർന്നു വരിക. അപ്പോൾ ഈ ആൽമരത്തിന് ഇതിനെയൊക്കെ സംരക്ഷിക്കുന്നത് ആര്? ഇതിന് വെള്ളം കൊടുക്കുന്നത്, അതിന് വേണ്ട വളം കൊടുക്കുന്നത്, ഒന്നും കിട്ടാത്ത സ്ഥലത്ത് വേണ്ട സാധനങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുന്നത് ആര്? എന്താണ് അതിൻ്റെ വ്യവസ്ഥ എന്ന് ആലോചിച്ചു. ഇത്രയും മാത്രം ചിന്തിച്ചാൽ ഇങ്ങനെ ഓരോന്നിനെ കുറിച്ചും പറയാനുണ്ട്. അങ്ങനെയാണ് അതിൻ്റെ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പക്ഷികളുമായിട്ട് കണക്റ്റഡ് ആയിട്ട് പക്ഷികളുടെ തലയിൽ അങ്ങനെ വച്ചിട്ടുണ്ട്. അത് പ്രവർത്തിക്കുന്നതനുസരിച്ച് അത് ചെയ്യും. ആൽമരം ആ സമയത്ത് പിന്നെ പഴമുണ്ടാക്കും. അതിനെ പക്ഷികൾ വന്ന് ഭക്ഷിച്ചു പോകും. അപ്പോഴതിൻ്റെ വിസ്താരം നടക്കുന്നതാണ്. ഇങ്ങനെ ഓരോ കാര്യത്തിലും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിലും അങ്ങനെയൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, ഈ കർമ്മവും ബന്ധമൊക്കെ പറഞ്ഞു അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ എവിടെയോ ജനിച്ചു, എവിടെയോ വരുന്നു, എവിടെയോ ജീവിക്കുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു. അപ്പോൾ ഈ പ്രവൃത്തികളുടെയൊക്കെ പിന്നിൽ മായയുടെ ഒരു പ്രീ പ്ലാൻഡ് പ്രോഗ്രാമുണ്ട്. ആ പ്രോഗ്രാം ഇങ്ങനെ നമ്മളറിയാതെ ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എവിടെയോ ജനിച്ച് വളർന്നവർ നിങ്ങൾ എന്തിനാ ഇവിടെ വന്നത്? എങ്ങനെയാണ് ഇവിടെ വന്നെത്തിയത്? അല്ലേ? ഇവിടെ ജനിച്ചവർ അവിടെ ജീവിക്കുന്നു, അവിടെ ജനിച്ചവർ ഇവിടെ ജീവിക്കുന്നു. ഒരു ബന്ധവും ഇല്ലാന്ന് നമുക്ക് തോന്നും. ആരാണ് ഇവരെയൊക്കെ അങ്ങനെ എത്തിക്കുന്നത് ചോദിച്ചാൽ ഇതാണ് ഭഗവാന്റെ മായ. അതുകൊണ്ടാണ് മൂഢന്മാർക്ക്, വസ്തുക്കളെ, വിഷയങ്ങളെ രാഗദ്വേഷങ്ങളോട് കൂടി കാണുന്നവർക്ക് ഒരിക്കലും ഇതിൻ്റെ സത്യം മനസ്സിലാകില്ല. തഥാ പരമഹംസാനാം മുനീനാം അമലാത്മനാം ഭക്തിയോഗ വിധാനാർത്ഥം കഥം പശ്യേമ ഹി സ്ത്രിയഃ. അങ്ങനെ ഭഗവാന്റെ സ്വരൂപത്തെക്കുറിച്ച് പറയുമ്പോൾ പരമഹംസാനാം മുനീനാം അമലാത്മനാം, അത്യന്ത ശുദ്ധഹൃദയമുള്ള ജീവൻ മുക്തരായിട്ടുള്ള പരമഹംസരായിട്ടുള്ള യോഗികൾ ഭക്തി യോഗ വിധാനാർത്ഥം, ഭക്തി യോഗങ്ങളൊക്കെ അഭ്യസിച്ച് അവർക്ക് ആ ഭക്തി യോഗങ്ങളൊക്കെ വിധാനം ചെയ്യുമ്പോൾ, അതിനെയൊക്കെ പ്രയോഗിക്കുമ്പോൾ, അപ്പോഴാണ്
ഭഗവാന്റെ അവതാരങ്ങൾ ഉണ്ടാകുക, അല്ലെങ്കിൽ ഭഗവാനെ അറിയാൻ സാധിക്കുക. അങ്ങനെ അറിയുന്ന ആ സമയത്ത് കഥം പശ്യേമഹി സ്ത്രീയ. അപ്പോൾ കുന്തി പറയുകയാണ്, എന്നെപ്പോലുള്ള സാമാന്യ സ്ത്രീകൾ നമുക്കെങ്ങനെയാ അങ്ങനെ അങ്ങേ കാണാൻ സാധിക്കുക? ഇപ്പോൾ ഭഗവത് അവതാര രൂപത്തിൽ ഈ ഭക്തിയും യോഗവും സാധനയും ഒന്നും ചെയ്യാതെ തന്നെ അങ്ങ് നമുക്ക് പ്രത്യക്ഷമായി കാണാൻ സാധിക്കുന്നു. അങ്ങനെ അതിൽ ആശ്ചര്യം പ്രകടിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും കാണാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇത് വലിയൊരു ചാൻസാണ്, എനിക്ക് കിട്ടിയ വലിയ ഒരു ചാൻസാണ്. അല്ലെങ്കിൽ എന്നെ പോലുള്ള സാധാരണ സ്ത്രീകൾക്കൊക്കെ ഇത് എങ്ങനെ സാധ്യമാകും? ഇതൊക്കെ വലിയ പരമഹംസരായിട്ടുള്ള ജീവൻ മുക്തരായിട്ടുള്ള യോഗികൾക്ക് പ്രാപ്തമാകുന്നതാണ് അങ്ങയുടെ ദർശനം. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഘ്രയേ. ഇത് പ്രാർത്ഥനയാണ്. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ നമുക്കറിയാം. അങ്ങനെ ഭഗവാന്റെ ചരിത്രം ഓർമ്മിച്ചുകൊണ്ട് കുന്തിദേവി പ്രാർത്ഥിക്കുകയാണ്. യഥാ ഋഷികേശഖലേന ദേവകീ കംസേന രുദ്ധാതി ചിരം സുചാർപ്പിത വിമോചിതാഹം ച മഹാത്മജാ വിഭോ ത്വയൈവ നാഥേന മുഹുർവിപദ്ഗണാത്. ഇനി ഇതിനു മുമ്പ് സംഭവിച്ച ഭഗവാൻ എവിടെയൊക്കെ രക്ഷിച്ചു, നമ്മെ എവിടെയൊക്കെ രക്ഷിച്ചു എന്ന് ഓർത്തുകൊണ്ട് കുന്തി ആ നിമിഷങ്ങളൊക്കെ ഓർക്കുകയാണ്. എന്തെല്ലാം ആപത്തിൽ നിന്നാണ് ഭഗവാൻ രക്ഷിച്ചത്. ദുഷ്ടനായ കംസനിൽ നിന്ന് രക്ഷിച്ചു. ജയിലിൽ കിടന്ന ദേവകി, ആ ദേവകിയുടെ ആ കഷ്ടാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും. ഭഗവാന്റെ അച്ഛനും അമ്മയുമാവാനുള്ള മഹാപുണ്യം ആ ദമ്പതികൾക്കുണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഭഗവാന്റെ അച്ഛനും അമ്മയും ആകാനുള്ള പുണ്യമുള്ളവർ വലിയ ഭവനത്തിൽ, ഒരു മഹാസൗധത്തിൽ താമസിച്ച്, എല്ലാ സൗകര്യങ്ങളോടുകൂടിയും താമസിച്ച് അവിടെ വേണ്ട രീതിയിൽ ജന്മം കൊടുക്കുകയായിരുന്നു വേണ്ടത്. പക്ഷേ എന്താ സംഭവിച്ചത്? കർമ്മം കൊണ്ട് എന്താ സംഭവിച്ചത്? നേരെ വിരുദ്ധമായിട്ട് ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കാനുള്ള ഒരു ചാൻസും ഇല്ലാത്ത ഒരവസ്ഥയിൽ ക്രൂരനായ കംസൻ, ഒരു രീതിയിലും ക്ഷമിക്കാൻ തയ്യാറല്ലാത്ത മഹാ അഹങ്കാരി, അയാളുടെ ജയിലിൽ എല്ലാ വൈരുദ്ധ്യങ്ങളുമുള്ള, എല്ലാ വിപത്തുക്കളുമുള്ള, അസൗകര്യങ്ങളുമുള്ള ആ ജയിലറയിൽ ആണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ജനിച്ചത്. അപ്പം അതാണ് കർമ്മത്തിൻ്റെ ബലം. കർമ്മത്തിൻ്റെ ആ ക്രൂരമായ സ്ഥിതിയാണ് കാണിക്കുന്നത്. കർമ്മം എത്ര ഭയാനകമായി നമ്മളെ പിടിക്കും, അതിനെ നമ്മൾ എങ്ങനെ കാണണം, എങ്ങനെ സഹിക്കണം എന്ന് സൂചിപ്പിക്കാനാണ് അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഭഗവാൻ ജന്മമെടുത്തത്. ഭഗവാനാണ് ജന്മമെടുക്കുന്നത്. ഭഗവാന് സ്വേച്ഛയാ എവിടെ വേണമെങ്കിലും ജന്മമെടുക്കാമായിരുന്നു, ഏത് രീതിയിലും ജന്മമെടുക്കാമായിരുന്നു. എന്തുകൊണ്ട് ഇത്രയും ഭയാനകമായിട്ടുള്ളൊരവസ്ഥയിൽ ഭഗവാൻ ജന്മമെടുത്തു എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അതാണ് അവതാര ഉദ്ദേശം എന്ന് പറയുന്നത്. അവതാര ഉദ്ദേശം, അവതാരം കൊണ്ട് നമ്മളെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് ചെയ്യിപ്പിച്ച് കാണിക്കുകയാണ്. ചിലതൊക്കെ പറഞ്ഞാൽ മനസ്സിലാകും, പക്ഷെ ചിലതൊക്കെ പറഞ്ഞാൽ മനസ്സിലാകില്ല. ചെയ്യിപ്പിച്ച് കാണിക്കണം, അല്ലെങ്കിൽ ചെയ്ത് കാണിക്കണം, എന്നാലേ മനസ്സിലാകും. പ്രത്യക്ഷമായി കാണിക്കണം. അപ്പം ഈ പ്രപഞ്ചം വാസ്തവത്തിൽ, ഈ പ്രപഞ്ചവും പ്രപഞ്ചത്തിലുള്ള കർമ്മങ്ങളും നിമിത്തങ്ങളും ഒക്കെ വാസ്തവത്തിൽ ഭഗവാന്റെ ഈ സച്ചിദാനന്ദ സ്വരൂപവും മായാമയമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ലീലകളുമൊക്കെ
നമുക്ക് പ്രത്യക്ഷത്തിൽ കാണിച്ചു തരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ആൽമരത്തിൻ്റെ കഥ പറഞ്ഞതുപോലെ ഇങ്ങനെ ഓരോരോ കഥകളുണ്ട്, ഓരോരോ അത്ഭുതങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങളൊക്കെ ഉണ്ടായാൽ നമ്മളിങ്ങനെ കീർത്തിച്ചു കൊണ്ടേയിരിക്കും, എനിക്ക് അങ്ങനെ ഉണ്ടായി ഇങ്ങനെ ഉണ്ടായി എന്നൊക്കെ. ഈ പ്രപഞ്ചത്തെ നോക്കിയാൽ അത്ഭുതങ്ങളാണ് മുഴുവൻ. നമുക്ക് മനസ്സിലാകാത്ത രീതിയിൽ അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ സാധിക്കാത്തതാണ് നമ്മുടെ അജ്ഞാനം, നമ്മുടെ മോഹം. അപ്പം അത് കാണിച്ചു തരികയാണ് ഭഗവാൻ. അങ്ങനെ ഒരു ജയിൽ പോലുള്ള ഒരു അവസ്ഥയിൽ, ജയിൽ പോലുള്ളൊരു സ്ഥാനത്ത് അങ്ങനെ ഒരു അവസ്ഥയിൽ ജന്മമെടുത്തുകൊണ്ട് അത് കാണിച്ചു തരികയാണ്. അങ്ങനെ ത്വയൈവനാഥേന മുഹുർവിപദ്ഗണാത്, അല്ലയോ ഭഗവാനെ, അങ്ങ് രക്ഷകനായി വന്ന്, നമ്മുടെ നാഥനായി വന്ന് ഓരോ വിപത്തിൽ നിന്നും നമ്മെ രക്ഷിച്ചുകൊണ്ടേയിരുന്നു. വിഷാന്മഹാഗ്നേ പുരുഷാദർശനാദസത്സഭായാവനവാസകൃച്ഛ്രതഃ മുധേ മുധേനേകമഹാരഥാസ്ത്രതോ ദ്രൗണ്യസ്ത്രശ്ചാസ്മ ഹരേഭിരക്ഷിതാഃ. ഇതെല്ലാം ഓരോരോ സംഭവങ്ങൾ പറഞ്ഞ് കാണിക്കുകയാണ്. അതുകൊണ്ട് അമ്മമാരിങ്ങനെ വേവലാതി പറയുമ്പോൾ പറയാറുണ്ടല്ലോ, ഓരോന്ന് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, അത് സംഭവിച്ചു ഇത് സംഭവിച്ചു എന്നൊക്കെ എത്രയോ കാലം മുമ്പ് നടന്ന കഥകളൊക്കെ ഇങ്ങനെ എടുത്ത് പറയാറുണ്ട് അല്ലേ. വയസ്സാകുമ്പോഴൊക്കെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഓർത്ത് പറയും. ഇത് വയസ്സാകുമ്പോഴുള്ളൊരു പ്രത്യേക ലക്ഷണമാണ്, അത് ശ്രദ്ധിക്കുക. ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇങ്ങനെ പണ്ട് നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്ത് പറയുക. അതൊക്കെ ആരെങ്കിലും സംസാരിക്കുന്നത് കേൾക്കാൻ വലിയ രസമാണ്. അതെല്ലാം കഴിഞ്ഞു പോയേ, അത് ചാപ്റ്റർ കഴിഞ്ഞു, അതിൻ്റെ ഫലം കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. പക്ഷേ അങ്ങനെ ചിന്തിക്കുന്നതും പറയുന്നതും കേൾക്കുന്നതും ഒക്കെ രസമാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കൊച്ചുകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ, വീട്ടിൽ കൊച്ചുമക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ വിളിച്ചിരുത്തി ഈ പഴയ ഗാഥകൾ, വീരഗാഥകളൊക്കെ ഇങ്ങനെ പറയാൻ വലിയ ഇഷ്ടമാണ്. അതൊരു മാനസികാവസ്ഥയാണ്. പുതിയ കാര്യങ്ങളിൽ അധികം ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. കാരണം ഈ പുതിയ കാര്യങ്ങൾ രജിസ്റ്റർ ചെയ്യാനുള്ള അത് ഓർത്തെടുത്ത് എല്ലാം കൃത്യമായിട്ട് പറയാനുള്ള ഒരു സിസ്റ്റം വീക്കായിപ്പോയി. അപ്പോൾ പണ്ട് ഓർമ്മയുള്ളതെല്ലാം ഓർമ്മയുണ്ടാകും, അതുപടി ഓർമ്മയുണ്ടാകും. സമയം, കാലം, വർഷം ഇതൊക്കെ ഉണ്ടാകും. അപ്പോൾ അതുമാതിരി എപ്പോഴെങ്കിലും വേവലാതി പറയേണ്ടി വരുമ്പോൾ എന്താ പറയുക, മുമ്പ് നടന്ന കാര്യങ്ങളൊക്കെ ആണല്ലോ പറയുക. അങ്ങനെയാണ് കുന്തി ഇവിടെ ഓരോരോ കാര്യങ്ങൾ മുമ്പ് നടന്നതൊക്കെ ഓർത്ത് അതെല്ലാം പറഞ്ഞ് ഇതെല്ലാം സംഭവിച്ചത് ഇത്തരം അവസ്ഥകളിലൊക്കെ നമ്മെ രക്ഷിച്ചത് അങ്ങാണ് എന്ന് പറയുക. അപ്പോൾ അങ്ങനെ 2 ശ്ലോകങ്ങളിൽ 23ഉം 24ഉം ശ്ലോകങ്ങളിൽ സംക്ഷേപത്തിൽ മുമ്പ് നടന്ന കഥകളൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൽ മഹാഗ്നിയിൽ നിന്ന് രക്ഷിച്ചത് എന്താണ്, അരക്കില്ലം കത്തിക്കുന്ന സമയത്ത് രക്ഷിച്ചത്, പിന്നെ ഭീഭത്സമായിട്ടുള്ള വനവാസ ജീവിതം അവിടുന്ന് രക്ഷിച്ചത്, പിന്നെ അനേക മഹാരഥന്മാർ കൗരവ സേനയിലുണ്ടായിട്ടും അവരിൽ നിന്നൊക്കെ എൻ്റെ കുടുംബത്തെ അങ്ങ് രക്ഷിച്ചു, പിന്നെയോ അശ്വത്ഥാമാവിൻ്റെ ബ്രഹ്മാസ്ത്രത്തിൽ നിന്നും എൻ്റെ കുടുംബ പരമ്പരയെ അങ്ങ് രക്ഷിച്ചു. അങ്ങനെ എല്ലാം കൊണ്ടും അങ്ങയുടെ രക്ഷയാണ് നമ്മുടെ ജീവിതം. ഞാൻ ഇന്ന് എൻ്റെ കുടുംബം നിലനിൽക്കുന്നത് അങ്ങയുടെ രക്ഷ ഒന്നുകൊണ്ട് മാത്രമാണ്. ആ സംഭവങ്ങൾ നടന്ന സമയത്തൊക്കെ ഞാൻ നിരന്തരം ഈശ്വര ഭജനം ചെയ്തുകൊണ്ടുണ്ടായിരുന്നു. അങ്ങയുടെ ഭജനമാണ് ഞാൻ ചെയ്തത്. അതിൽ നിന്ന് എനിക്ക് ധൈര്യമുണ്ടായി. ഇതൊക്കെ ഫേസ് ചെയ്യാനുള്ള, അതിലൊക്കെ മറികടന്നു പോകാനുള്ള ധൈര്യമുണ്ടായി. അതുകൊണ്ട് വിപദസ്സന്തു നശ്വത്തത്ര തത്ര ജഗദ്ഗുരോ ഭവതോ ദർശനം യത്സ്യാത പുനർഭവ ദർശനം. ഇതാണ് ആ പ്രസിദ്ധമായിട്ടുള്ള ശ്ലോകം. ഇത് വാസ്തവത്തിൽ മഹാഭാരതത്തിലുണ്ട്. മഹാഭാരതത്തിലുള്ള തന്നെ പല കഥകളും പല ശ്ലോകങ്ങളും അതിൻ്റെ ചിലതൊക്കെ ശ്ലോകങ്ങളായിട്ട് തന്നെ ചിലതൊക്കെ അർത്ഥാൽ ഇവിടെ ശ്രീമദ് ഭാഗവതത്തിൽ അനുവർത്തിക്കുന്നുണ്ട്. കാരണം ഇതിൻ്റെയൊക്കെ ഒരു മൂലം മഹാഭാരതത്തിലാണ്. അപ്പം എൻ്റെ ജീവിതത്തിൽ വിപതഃ സന്തു ന ശശ്വത്, എൻ്റെ ജീവിതത്തിൽ ഇനിയും വിപത്തുക്കൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കട്ടെ. ശശ്വതം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉണ്ടാവട്ടെ എന്ന്.
തത്ര തത്ര ജഗദ്ഗുരു, അല്ലയോ ജഗദ്ഗുരു, എൻ്റെ ജീവിതത്തിൽ വിപത്തുക്കൾ ഉണ്ടാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് കുന്തിദേവിക്ക് മാത്രമേ പറയാൻ സാധിക്കൂ. നമുക്ക് ആർക്കും അത് പറയാനുള്ള ധൈര്യമില്ല. എൻ്റെ ജീവിതത്തിൽ വിപത്തുണ്ടാവണേ എന്ന് പോയിട്ട് നമുക്ക് അമ്പലത്തിൽ പ്രാർത്ഥിക്കാൻ സാധിക്കുമോ? അങ്ങനെ ചിന്തിക്കാൻ കൂടി സാധിക്കില്ല. അപ്പോൾ നോക്കൂ, കുന്തിയുടെ ആ മനസ്സിൻ്റെ ധൈര്യം, ആ ഭക്തിയുടെ ആഴം, ബലം, അതില്ലാതെ അത് പറയാൻ സാധിക്കില്ല. ആരെങ്കിലും എന്തെങ്കിലും ചെറിയൊരു നിന്ദാവചനം പറഞ്ഞ് നമുക്ക് എന്തെങ്കിലും ഒരു തടസ്സം പറ്റുന്ന രീതിയിൽ, ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിൽ പ്രവർത്തിച്ചാൽ അയാളെ നമ്മൾ ശത്രുവായി കാണും. അയാളെക്കുറിച്ച് കേൾക്കുന്നതോ വിചാരിക്കുന്നതോ ഒക്കെ നമുക്ക് ബുദ്ധിമുട്ടാണ്. അത് ആര് തന്നെ ആവട്ടെ, ബന്ധുക്കളാകട്ടെ, മിത്രങ്ങളാകട്ടെ, അല്ലെങ്കിൽ സഹജീവികളാകട്ടെ, ആരുമാകട്ടെ. അങ്ങനെയാണ് നമ്മുടെ അസഹിഷ്ണുത. ഇതാണ് നമ്മുടെ അസഹിഷ്ണുത. എങ്ങനെയായി ഈ ലോകത്ത് ജീവിക്കുക എന്ന് ആലോചിച്ച് നോക്കും. സഹിഷ്ണുതയില്ലാതെ, സഹനശക്തി ഇല്ലാതെ ജീവിക്കാൻ സാധിക്കില്ല. ഇന്ന് ചില ആൾക്കാരൊക്കെ ഇപ്പോഴത്തെ മോഡേൺ ലൈഫ് സ്റ്റൈലൊക്കെ ജീവിക്കുന്നവരൊക്കെ പറയുന്നു നമ്മൾ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറല്ല. അങ്ങനെ ഒരു വാക്ക് എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ അടുത്തൊക്കെ വന്ന ആൾക്കാർ ഒരേ പ്രശ്നങ്ങൾ പറയും, വി ആർ നോട്ട് റെഡി ടു കോംപ്രമൈസ്. അങ്ങനെ കോംപ്രമൈസ് ചെയ്യാൻ താല്പര്യമില്ല. അതുകൊണ്ട് എന്താണ്, എല്ലാവരും വിവാഹം വേണ്ടാന്ന് വയ്ക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ പല കുട്ടികളും ഉണ്ട്, അവരുടെ അടുത്തൊക്കെ ചോദിച്ചു. കാരണം അച്ഛനമ്മമാർ നമ്മുടെ അടുത്തൊന്ന് പറയും, ആ കൂടെ ഒരു കുട്ടിയാണുള്ളത്, അല്ലെങ്കിൽ 2 കുട്ടിയാണുള്ളത്, അവർ വിവാഹം കഴിക്കുന്നില്ല, അവരെങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല, അതാണ് ഇതാണെന്നൊക്കെ എല്ലാ സ്ഥലത്തും ഇപ്പോൾ പ്രശ്നമാണ്. അപ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ അവർ പറയും, നമുക്ക് അങ്ങനെ ജീവിക്കണ്ട, അങ്ങനെ കോംപ്രമൈസ് ചെയ്തുള്ള ജീവിതം വേണ്ട എന്നാ പറയുക. സഹിക്കാൻ തയ്യാറല്ല. പക്ഷേ ഇപ്പോൾ യുവാവസ്ഥയാണ്, എല്ലാം നന്നായിട്ട് പോകുന്നുണ്ട്, ഒക്കെയാണ്. പക്ഷെ കുറച്ച് കഴിയുമ്പോഴാണ് ആ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാകുക, അതിലുള്ള ദുഃഖത്തെക്കുറിച്ച് മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് കോംപ്രമൈസ് എന്ന് പറയുന്നത് ഒരു തെറ്റായ സംഗതിയല്ല. നമ്മൾ വാസ്തവത്തിൽ ജനിച്ച് പുറത്ത് വരുമ്പോൾ തന്നെ, ജനിക്കുന്നതിന് മുമ്പ് തന്നെ, ഗർഭാധാനം നടക്കുന്ന സമയത്ത് തന്നെ, അതായത് പുരുഷ ബീജവും സ്ത്രീ ബീജവും ചേർന്ന് ഗർഭാശയത്തിൽ ഒന്നാകുന്ന സമയം മുതൽക്ക് മൊത്തം കോംപ്രമൈസ് ചെയ്താണ് നമ്മൾ ജീവിക്കുന്നത്. അമ്മയുടെ ഗർഭപാത്രത്തിലെ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കൂ. ഗർഭപാത്രത്തിൽ എന്തൊരവസ്ഥയിലാണ് കിടക്കുന്നത്. ആ അവസ്ഥയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് അതിലും കഷ്ടം. അങ്ങനെ അവിടം ജനിക്കുന്നത് മുതൽ തുടങ്ങി മരിക്കുന്നത് വരെ, ബോധമുള്ള സമയം വരെ നമ്മുടെ ജീവിതം മുഴുവൻ അതത് തലങ്ങളിൽ കോംപ്രമൈസ് ചെയ്താണ്. ഈ കുട്ടികൾ വെറും മണ്ടന്മാരാണ്, അവർ ചിന്തിക്കുന്നതേ ഇല്ല അതിനെക്കുറിച്ച്. ആകെ കൂടെ ഒരു 10, 15, 20 വർഷത്തെ അവരുടെ യുവാവസ്ഥയുടെ എന്താ പറയുക, സ്വാതന്ത്ര്യവും അതിലവർ ആസ്വദിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് മാത്രമേ അവർ കാണുന്നുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ മണ്ടത്തരം. അതിനപ്പുറത്തും ഇപ്പുറത്തൊന്നും അവർ ആപ്ലിക്കബിൾ അല്ല അവർ. അപ്പോൾ സാധാരണ കുട്ടികളൊന്നും ഈ സ്വാമിമാർ പറയാനൊന്നും കേൾക്കാൻ തയ്യാറല്ല. അങ്ങനെ അവരുടെ അടുത്ത് നമുക്ക് അധികം സംസാരിക്കാനും പറ്റില്ല. പക്ഷെ ഒരു കുട്ടി അത് കേൾക്കാൻ തയ്യാറായി. അപ്പം ഞാൻ വിശദമായിട്ടൊരു 1.5 മണിക്കൂർ ഈ കോംപ്രമൈസ് എന്താണ്, വാട്ട് ഈസ് കോംപ്രമൈസ് എന്നതിനെ കുറിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞൊരു ഫലം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 6-7 മാസം കഴിഞ്ഞപ്പോൾ ആ കുട്ടി വിവാഹം കഴിക്കാൻ തയ്യാറായി. അപ്പം ഞാൻ പറഞ്ഞു, ഈ കോംപ്രമൈസ്, നിങ്ങൾ എന്താണ് ഈ കോംപ്രമൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആദ്യം ഡിക്ഷണറിയിൽ പറഞ്ഞ അർത്ഥം നോക്കി, അതിൻ്റെ കോംപ്രമൈസിൻ്റെ അർത്ഥം എന്താണ്, അതെങ്ങനെ ജീവിതത്തിൽ കൊണ്ടുവന്നു. ഇനി നിങ്ങൾ എന്താണ് കോംപ്രമൈസിനോട്ട് വിരോധം കാണിക്കുന്നത്, അതിനുള്ള കാരണം എന്താണ്. ഈ എല്ലാ സ്ഥലത്തും നിങ്ങൾക്ക് വിരോധമാണ്, നിങ്ങൾ വിചാരിച്ചതുപോലെ ഒന്നും നടന്നില്ല എങ്കിൽ അതൊക്കെ വിരോധമാണ്. അങ്ങനെ പറഞ്ഞ് എന്താണ് കോംപ്രമൈസ് ഇല്ലാതെ ജീവിതമുണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല എന്ന് അവസാനം നിശ്ചയിക്കേണ്ടി വരും. കാരണം അതാണ് സത്യം. വിവാഹം കഴിക്കാതെ ജീവിച്ചാലും കുറേ കഴിയുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അത് കോംപ്രമൈസ് ചെയ്യാൻ തന്നെ വേണ്ടി വരും. വിവാഹം കഴിച്ചാലും കോംപ്രമൈസ് ചെയ്യേണ്ടി വരും, വിവാഹം കഴിച്ചില്ലെങ്കിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. എല്ലാവരും വിചാരിക്കുന്നത് സന്യാസം എടുക്കുന്നത് വളരെ സൗകര്യമുള്ളൊരു കാര്യമാണ്. അപ്പോൾ സന്യാസം എടുത്തു നോക്കിയാലേ അറിയാവൂ
അല്ലെങ്കിൽ സന്യാസ ജീവിതം ജീവിച്ച് നോക്കിയാൽ അറിയാം, ശരിയായിട്ടുള്ള സന്യാസ ജീവിതം ജീവിച്ചാൽ അറിയാം എന്താ ബുദ്ധിമുട്ടെന്ന്. ഏറ്റവും കഷ്ടമായിട്ടുള്ള ജീവിതമാണ്. പക്ഷേ അത് പറഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവണ്ടേ. കാണുമ്പോൾ കുടുംബം ഇല്ല എന്നേ ഉള്ളൂ, പക്ഷെ നിങ്ങളെക്കാളും വലിയ കുടുംബം നമുക്കുണ്ട്, സന്യാസിമാർക്കുണ്ട്. നമ്മൾ വസുധൈവ കുടുംബകം എന്ന് പറയുന്നതാണ്. നിങ്ങൾക്ക് ഒരു കുടുംബത്തിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്താൽ മതിയല്ലോ, അല്ലേ? പക്ഷെ നമുക്കങ്ങനെയല്ല. എവിടെയൊക്കെ പോകുമോ അവിടെയൊക്കെ കുടുംബക്കാരാണ്. അവരൊക്കെ നമുക്ക് ഭക്ഷണം തരുന്നുണ്ട്, നമുക്ക് പിന്നെ താമസിക്കാൻ സ്ഥലം തരുന്നുണ്ട്, നമ്മളെ സഹായിക്കുന്നുണ്ട്. എല്ലാവരും നമ്മളെ കുടുംബക്കാർ പോലെയാണ്. അവരുടെ ഒക്കെ പ്രോബ്ലം നമ്മളെടുത്ത് വരും. 1000 പ്രോബ്ലങ്ങളാണ് വരുന്നത്. അതൊക്കെ സോൾവ് ചെയ്യണം. എത്ര പേര് ഡൈവോഴ്സ് ചെയ്യാൻ പോയിട്ട് അവരെയൊക്കെ തടഞ്ഞു വച്ചിട്ടുണ്ടെന്നറിയാം, അവർ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഇത് ഒരു പ്രശ്നമാണ്. അത് ആൾക്കാർക്ക് മനസ്സിലാകില്ല. എന്താണ് കോംപ്രമൈസ്, എങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത്, അതില്ലാണ്ട് മനസ്സിലാവില്ല. എല്ലാത്തിനോടും നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നോക്കൂ, കുന്തിയുടെ കഥ തന്നെ നോക്കൂ. ജീവിതത്തിൽ എവിടെയാണ് അവർ കോംപ്രമൈസ് ചെയ്യാതിരുന്നത്? അത് എന്തിൻ്റെ ബലത്തിൽ ചെയ്തു? ആ സത്യത്തിൻ്റെ ബലത്തിൽ. അപ്പം നമ്മൾ ഈ ഭക്തിയാണ്, അതാണ്, ഇതാണെന്നൊക്കെ പറയും. പക്ഷെ നമ്മുടെ വീട്ടിൽ, കുടുംബത്തിലുള്ള ആൾക്കാരോട് പോലും സഹകരിച്ച് സദ്ഭാവത്തോടു കൂടി, സഹിഷ്ണുതയോടുകൂടി ജീവിക്കാൻ നമ്മൾ തയ്യാറല്ല. പിന്നെ എവിടെയാണ് നിങ്ങൾക്ക് ഭക്തി ഉണ്ടാവാൻ പോകണം, എവിടെയാണ് നിങ്ങൾക്ക് മോക്ഷം ഉണ്ടാകാൻ പോകണം എന്ന് പറയും. ഈ കുടുംബം ആരാ ഉണ്ടാക്കി തന്നത്? ഇത് ഭഗവാന്റെ ആൾക്കാരല്ലേ. കുടുംബത്തിലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഭാര്യയോ ഭർത്താവോ അല്ലെങ്കിൽ മറ്റ് പ്രശ്നക്കാരോ, അവരൊഴിച്ച് ബാക്കിയെല്ലാം ഭഗവാന്റെ ആൾക്കാർ. അവരെ 2 പേര് 3 പേര് ഭഗവാന്റെ ആൾക്കാരല്ല. അതെങ്ങനെയാവുക? അപ്പൊ ആദ്യത്തെ ഭഗവാന്റെ ആളെന്ന് പറഞ്ഞാൽ ആരാണ്? ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളാണ്. അച്ഛൻ, അമ്മ, സഹോദരൻ, സഹോദരി, ഭാര്യ, ഭർത്താവ്, മക്കള്, അല്ലേ? ഇവരല്ലേ ആദ്യത്തെ ആൾക്കാർ. അവരാണല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത്, അറിയുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഭഗവാന്റെ ആൾക്കാരെ, ഭഗവാന്റെ ഭഗവാൻ അയച്ച ആൾക്കാരെ എന്ന് പറഞ്ഞ് കാണേണ്ടത് ഇവരെയാണ്. ഞാൻ അതാണ് ഇന്നലെ മെനഞ്ഞാന്ന് പറഞ്ഞിരുന്നല്ലോ നിങ്ങളോട്. ഇതിൻ്റെ ഒരു ചരിത്രം കേട്ടാൽ വളരെ നമുക്ക് അത്ഭുതം തോന്നും. നിങ്ങളിത് വായിക്കാത്തതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകാത്തതാണ്. ഇതവരെല്ലാവരും ഭഗവാൻ പറഞ്ഞയച്ചവരാണ്. ഈ കർമ്മങ്ങളും അവരുമായിട്ടുണ്ട്. അതുമായിട്ട് നിങ്ങൾ ഡീല് ചെയ്താലേ മതിയാവൂ, എന്നാലേ അതിനപ്പുറത്തേക്ക് പോകാൻ സാധിക്കൂ. അല്ലാതെ അവിടെ നിന്ന് ഒളിച്ചോടിക്കൊണ്ട് ഒരു രക്ഷയില്ല. ഭഗവാൻ പറയും, ഞാൻ പണി തന്നിട്ട് നീ അത് ചെയ്യുന്നില്ല, നീ ഓടിപ്പോയിട്ട് ഭഗവാനെ അമ്പലത്തിൽ പോയി വിളിക്കാനും അല്ലെങ്കിൽ സത്സംഗത്തിലോ ആശ്രമത്തിൽ പോയി വിളിച്ചിട്ടൊന്നും കാര്യമില്ല. കാരണം ഞാൻ തന്ന പണി ആദ്യം ചെയ്യ്. പിന്നെ എന്തിനാണ് ഇവരെയൊക്കെ നമ്മളോട് തയ്ച്ചത് ഒന്ന് ആലോചിച്ച് നോക്കൂ. അല്ലെങ്കിൽ നമ്മൾ അവരുടെ അടുത്ത് പോയി, അവർ നമ്മളെ അടുത്ത് വന്ന് എങ്ങനെയാവട്ടെ. അപ്പം ഇത് നമ്മൾ തിരിച്ചറിയണം. ഇതാണ് സത്യം. അത് തിരിച്ചറിയുമ്പോഴാണ് കുന്തി പറഞ്ഞതുപോലുള്ള ഈ വാക്കുകൾ നമുക്ക് പറയാൻ സാധിക്കുക, അങ്ങനെ ചിന്തിക്കാൻ സാധിക്കുക. വിപദസ്സന്തു നശ്വത് തത്ര തത്ര ജഗദ്ഗുരോ ഭവതോ ദർശനം യസ്യാത് അപുനർഭവ ദർശനം. നിരന്തരം എനിക്ക് അങ്ങയുടെ ദർശനം ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. ഇത് മാത്രമേ എൻ്റെ ജീവിതത്തിൽ ആഗ്രഹമുള്ളൂ. ബാക്കിയൊന്നും എനിക്ക് പ്രശ്നമേ അല്ല. അപുനർഭവ ദർശനം എന്ന് പറഞ്ഞാൽ ഒരിക്കലുണ്ടായാൽ പോകാത്തതായിട്ടുള്ള നിരന്തരമായിട്ടുള്ള ആ ദർശനം എനിക്ക് ഉണ്ടാകണം എന്ന് കുന്തി പ്രാർത്ഥിക്കുകയാണ്. ആ കുന്തിയുടെ മാതൃത്വം, കുന്തിയുടെ സ്ത്രീത്വം, അവരുടെ ആ മനോധൈര്യം, അവരെങ്ങനെയാണ് അതെല്ലാം മാനേജ് ചെയ്തതെന്ന് നോക്കൂ. ജന്മൈശ്വര്യശ്രുതസ്ത്രീഭീരേധമാനമതഃ പുമാൻ നൈവാർഹത്യഭിധാതും വൈ ത്വാമകിഞ്ചന ഗോചരം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുന്തി തന്നെ അത് പറയുകയാണ്. വലിയ കുലത്തിൽ ജന്മമെടുത്തു, എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടായി, സമ്പത്തി ഉണ്ടായി, മറ്റ് സമ്പത്തികളെല്ലാം ഉണ്ടായി, അതിലൊക്കെ അഭിമാനമുണ്ടായി. ആ മനുഷ്യന്, അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരിക്കലും നിന്റെ നാമം നിന്നെ ഓർക്കാൻ സാധിക്കില്ല, അല്ലേ? എല്ലാവരും വിചാരിക്കും കുറച്ച് സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഭഗവത് ഭജനം ചെയ്യാമെന്ന്. ഒരിക്കലുമില്ല. നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ച് സമാധാനവും സുഖവും ഒക്കെ ഉണ്ടെങ്കിൽ ഉറപ്പാണ് ഭഗവത് ഭജനം
ഉണ്ടാവില്ല. സുഖമുണ്ടായിരിക്കുന്ന സമയത്ത് ഭഗവാനെ ഓർക്കുക എന്നുള്ളത് അത്യദ്ഭുതമാണ്, മഹാശ്ചര്യമാണ്. അങ്ങനെ സംഭവിക്കില്ല. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടായതെല്ലാം നല്ലത് എന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് എന്തുകൊണ്ടെന്നാൽ, ആരാണോ അകിഞ്ചനനായിരിക്കുന്നത്, ഒന്നുമില്ലാത്ത ദരിദ്രനായിരിക്കുന്നത്, അഥവാ യോഗിനാമേവ കുലേ ഭവതി ധീമതാം എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നത് ഇതേ രീതിയിലാണ്. യോഗികൾ ജന്മമെടുക്കുന്നത് വലിയ സുഖസൗകര്യങ്ങളുള്ള സമ്പദ് സമൃദ്ധമായിട്ടുള്ള കുലത്തിലായിരിക്കില്ല എന്നവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ബുദ്ധിമാന്മാരുടെ കുലത്തിലായിരിക്കും എന്ന് പറഞ്ഞാൽ എല്ലാവരും അങ്ങനെ ആയിരിക്കുമെന്നില്ല, പക്ഷെ സാമാന്യ രീതിയിൽ അങ്ങനെ ആയിരിക്കും. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അവിടെയാണ് ആ സമ്പത്ത്, ആ അവസ്ഥയിലാണ് വൈരാഗ്യവും ജ്ഞാനവും ഭക്തിയുമൊക്കെ വളരാനുള്ള സാധ്യതയുള്ളത്, സാധ്യതയേറുന്നത്. അല്ലെങ്കിൽ അത് സംഭവിക്കില്ല. അതുകൊണ്ട് അകിഞ്ചനമായിട്ടുള്ള അവസ്ഥ അത് ഞാൻ ആഗ്രഹിക്കുന്നു. വാസ്തവത്തിൽ കുന്തി ചെയ്തതും അങ്ങനെയാണ്. യുദ്ധമൊക്കെ ജയിച്ച് പാണ്ഡവർക്ക് രാജ്യം ലഭിച്ചു, യുധിഷ്ഠിരൻ മഹാരാജാവായി, എല്ലാം ശരിയായി, സുഖമായിട്ട് വയസ്സാകാലത്ത് ജീവിക്കാം എന്ന അവസ്ഥ എത്തിയപ്പോൾ കുന്തി എന്താ ചെയ്തത്? കുന്തിയും ധൃതരാഷ്ട്രരും ഗാന്ധാരിയൊക്കെ അവിടുന്ന് വീണ്ടും അതികഠിനമായിട്ടുള്ള തപസ്സനുഷ്ഠിക്കാൻ വീട് വിട്ടിറങ്ങി. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ സനാതന ധർമ്മത്തിൽ എത്ര പ്രാധാന്യമാണ് തപസ്സിനും ജീവിതത്തിനുമൊക്കെ ഉണ്ടായിരുന്നതെന്ന് നമുക്കൊന്നും അങ്ങനെ ചിന്തിക്കാനേ സാധിക്കില്ല. അതുകൊണ്ടാണ് നമുക്ക് ഭഗവാന്റെ ദർശനം ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കുറയുന്നത്. എത്ര തന്നെ ഇനി കൈയും കാലിട്ട് അടിച്ചാലും ഈ പറയുന്ന ഒരു മാനസികാവസ്ഥ, ഒരു ത്യാഗബുദ്ധി, സഹിഷ്ണുതാബുദ്ധി, സ്വീകാര്യബുദ്ധി ഇല്ലെങ്കിൽ ദർശനം ഉണ്ടാക്കുക നടക്കില്ല. അപ്പം അതാണ്. സാധാരണയാണെങ്കിൽ എന്താ ചെയ്യുക? ഇത്രയും കഷ്ടപ്പെട്ടു, എല്ലാവരും പറയും ഇത്രയും കാലം കഷ്ടപ്പെട്ടില്ലേ, ഇപ്പോഴും സൗകര്യങ്ങളൊക്കെ ആയല്ലോ, ഇനിയിപ്പോൾ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ജീവിക്കാം. ഇപ്പം നമ്മൾ ഇൻഷുറൻസ് ചെയ്തു വെക്കുന്നത് പോലെ എല്ലാവരും ഇൻഷുറൻസ് ചെയ്തു വെച്ചിരിക്കുകയാണ്. എന്താണ്? വയസ്സാം കാലത്ത് സുഖമായി ജീവിക്കുക. ഇൻഷുറൻസ് കമ്പനിക്കാർ അഡ്വർടൈസ്മെൻറ്റ് തരുന്നത് അങ്ങനെയാണ്. വയസ്സായ ഒരു അപ്പനും അമ്മൂമ്മയും എന്താണ് ബാറ്റും ബോളും ഒക്കെ എടുത്ത് വെളിയിൽ നിന്ന് കളിക്കുന്നു, അവർ ഓടുന്നു, കൊച്ചുകുട്ടികളോട് ചിരിക്കുന്നു, കളിക്കുന്നു. അങ്ങനെ കാണിക്കുന്നതിനാണ് അങ്ങനെ സുഖമായ ഒരു നിശ്ചിന്തമായ ഒരു ജീവിതം ഉണ്ടാക്കാമെന്ന്. നിങ്ങളുടെ ഇൻഷുറൻസ് വാസ്തവത്തിൽ അച്ഛനും അമ്മയുടെ ഇൻഷുറൻസ് എന്താണെന്ന് ചോദിച്ചാൽ ആരാ? നിങ്ങളുടെ മക്കളാണ്. നിങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് ഇൻഷുറൻസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ബാക്കിയൊന്നും ഇൻഷുറൻസേ അല്ല. ഈ ഇൻഷുറൻസിലിട്ട പൈസയൊക്കെ അവിടെ കിടക്കുകയുള്ളൂ. അതൊന്നും വയ്യാണ്ടിരിക്കുമ്പോഴോ ആവശ്യം വരുമ്പോഴോ ഉപയോഗപ്പെടില്ല. അത് ഉപയോഗപ്പെടുന്നത് മക്കൾ മാത്രമാണ്. മക്കളും അത് മനസ്സിലാക്കണം. അങ്ങനെ ആയാൽ മാത്രമേ അതാകുള്ളൂ. അല്ലാതെ ഇൻഷുറൻസിൻ്റെ പൈസ കൊണ്ടുവരാൻ ആര് പോകും? കട്ടിൽ കിടക്കുകയാണേ, എഴിക്കാൻ വയ്യ, ഫോൺ പോലും ചെയ്യാൻ വയ്യ. ഇപ്പോൾ ഇൻഷുറൻസ് അവിടെയുണ്ട്, ലക്ഷക്കണക്കിന് രൂപ ഇൻഷുറൻസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പക്ഷേ അത് എടുക്കാൻ ആരെങ്കിലും വേണമല്ലോ, പോയിട്ട് പേപ്പർ വർക്ക് ചെയ്യണം. അത് ഇൻഷുറൻസ് കമ്പനിക്കാരാണെങ്കിൽ പെട്ടെന്ന് അങ്ങനെ തരുമൊന്നുമില്ല. അതൊരു 8-10 തവണ ഓടിച്ച് അതെല്ലാം സമർത്ഥിച്ച് ചിലപ്പോൾ കോർട്ടിൽ വരെ പോകേണ്ടി വരും ഈ ഇട്ട പൈസ തന്നെ തിരിച്ചെടുക്കാനായിട്ട്. ഇതെല്ലാം വെറും തട്ടിപ്പാണ്. നിങ്ങളെ മാനസികമായ നിങ്ങളുടെ വീക്ക്നെസ്സിനെ, മാനസികമായ നിങ്ങളുടെ വിഭ്രമത്തെ, ഭയത്തെ, ഭ്രാന്തിയെ ഇവർ മുതലെടുക്കുകയാണ് ഇൻഷുറൻസ് കമ്പനിക്കാർ. പക്ഷെ അവിടെ സഹായിക്കാൻ ആരാ ഉണ്ടാവുക? നിങ്ങളുടെ അടുത്ത ആൾക്കാർ. അതായത് ഇപ്പോൾ അച്ഛനും അമ്മയെ കുറിച്ച് പറയുമ്പോൾ മക്കള്, അല്ലെങ്കിൽ ഭാര്യയാണെങ്കിൽ ഭർത്താവ്, ഭർത്താവാണെങ്കിൽ ഭാര്യ, അവരാണ് നിങ്ങളുടെ ഇൻഷുറൻസ്. അങ്ങനെ ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം. ഇപ്പോൾ ചിന്തിക്കുന്നത് അച്ഛനും അമ്മയൊക്കെ തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങളുടെ സഹായം എനിക്ക് വേണ്ട, നമ്മൾ സ്വതന്ത്രരാണ്, നിങ്ങളെ വഴിക്ക് പൊക്കോളൂ എന്ന് മക്കളോട് പറയുന്ന ഒരു ഭാവം ഉണ്ടാകുമ്പോൾ മക്കൾക്ക് എന്താ ഭാവം ഉണ്ടാവുക? അവർ പറയും എന്നാ നിങ്ങൾ നോക്കിക്കോളൂ, നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ ജീവിച്ചോളൂ, ഇൻഷുറൻസ് ഉണ്ടല്ലോ, ജീവിച്ചോളൂ എന്ന് പറഞ്ഞ് അവർ
തള്ളിക്കളയും. ഇതൊക്കെ നമ്മുടെ മാനസിക വികൃതികളാണ്, നമുക്കുണ്ടായിട്ടുള്ള മാനസിക പ്രശ്നങ്ങളാണ്. സത്യത്തിൽ അച്ഛനും അമ്മയും നോക്കി നടത്തേണ്ടത്, കുട്ടിക്കാലത്ത് മക്കളെ അച്ഛനും അമ്മയും നോക്കി, പിന്നെ പ്രകൃതിയുടെ ഒരു പരിവർത്തനം വരുമ്പോൾ മക്കളാണ് അച്ഛനും അമ്മയും നോക്കേണ്ടത്. ഇനി വയസ്സാം കാലത്ത് മക്കൾ അച്ഛനും അമ്മയും നോക്കുന്നില്ല എന്നുള്ള വലിയൊരു പരാതിയുണ്ട് ഇപ്പോൾ എല്ലാ സ്ഥലത്തും ഉണ്ട്. അതുകൊണ്ടാണല്ലോ വൃദ്ധാശ്രമങ്ങൾ ഇത്രയധികം വർദ്ധിക്കുന്നത്. അതിന് കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വലിയ സോഷ്യൽ പ്രോബ്ലമാണ്. അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രശ്നം, നമ്മൾ മക്കളെ വളർത്തിയതിൻ്റെ പ്രശ്നം, സമൂഹത്തിൻ്റെ പ്രശ്നം, സാമൂഹ്യമായ പരിവർത്തനങ്ങളുടെ പ്രശ്നം, സത്സംഗവും ആത്മീയ ബോധവും സത്യവും ധർമ്മവും ഒന്നും അറിയാത്തതിൻ്റെ പ്രശ്നം. അങ്ങനെ അവർക്ക് അറിയാൻ സാധിക്കാത്തത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവാദികൾ ആരാണ്? കാരണം അവരെ വളർത്തിയത് നമ്മളാണ്. നമ്മൾ ജനിപ്പിച്ചു, നമ്മൾ അവളെ വളർത്തി, അവർക്ക് ഓരോ അക്ഷരം പറഞ്ഞു കൊടുത്തത് നമ്മൾ, ഓരോ കാൽവയ്പ്പിന് സഹായിച്ചത് നമ്മൾ, എല്ലാം ചെയ്തത് നമ്മളാണ്. അപ്പോൾ നമ്മളിലാണ് ആ ഉത്തരവാദിത്തം ഉണ്ടായിരുന്നത് അവരെ വളർത്തിക്കൊണ്ട് വരാൻ. അതെവിടെയോ തെറ്റിപ്പോയി, എവിടെയോ പിഴച്ചു പോയി എന്ന് തന്നെയാണ് സത്യം. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ വലിയ പ്രോബ്ലമാണ്. അതിനെക്കുറിച്ച് വിസ്തരിച്ച് സംസാരിക്കേണ്ടതുണ്ട്. പക്ഷേ ഇവിടെ എന്താ മനസ്സിലാകുന്നത്? കുന്തി പൂർണ്ണമായിട്ടും ആ അവസ്ഥയെ സ്വീകരിച്ചു, അംഗീകരിച്ചു. എന്നിട്ട് സുഖസൗകര്യങ്ങൾ ഉണ്ടായപ്പോൾ അതിനെയെല്ലാം ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. നമോ കിഞ്ചന വിത്തായ നിവൃത്ത ഗുണവൃത്തയേ ആത്മാരാമായ ശാന്തായ കൈവല്യപതയേ നമഃ. എത്ര സുന്ദരമായിട്ടുള്ള ആ വചനങ്ങളാണെന്ന് നോക്കൂ, അവരുടെ ഭാവം നോക്കൂ. ഇപ്പം എന്താ, അങ്ങ് ആരുടെ ധനമാണ്? അകിഞ്ചന വിത്തായ, നല്ല പ്രയോഗമാണ്. ഒന്നുമില്ലാത്തവരുടെ ധനമാണ്. നമ്മൾ ശരണം വിളിക്കുമ്പോഴൊക്കെ പ്രാർത്ഥിക്കാറുണ്ടല്ലോ, ഒന്നുമില്ലാത്തവരെ സഹായിക്കുന്ന ആളാണ്. ഒന്നുമില്ലാത്തവരുടെ ധനം, അകിഞ്ചനരുടെ ധനം, അതാണ് ഭഗവാൻ. നിവൃത്ത ഗുണവൃത്തയെ, ഈ പ്രകൃതിയുടെ ഗുണങ്ങളൊക്കെ ഉണ്ടല്ലോ, പ്രപഞ്ചത്തിൻ്റെ മായയുടെ ഗുണങ്ങൾ, ആ ഗുണങ്ങളും ദോഷങ്ങളും ഒന്നും ഭഗവാനിൽ സ്പർശിച്ചിട്ടില്ല. ഭഗവാൻ നിർമുക്തനാണ്, നിത്യമുക്തനാണ്. ആത്മാരാമായ, ആത്മാവിൻ്റെ രൂപത്തിൽ ആത്മാവായി തന്നെ രമിക്കുന്നവൻ, ആത്മാവിൽ തന്നെ രമിക്കുന്നവൻ. ശാന്തായ കൈവല്യപതയേ നമഃ. ശാന്തസ്വരൂപനാണ് ശിവം, ശാന്തം എന്ന് പറയുന്ന ശാന്തസ്വരൂപൻ. കൈവല്യപതയേ നമഃ. മോക്ഷരൂപമായി നിൽക്കുന്നത് ഭഗവാൻ തന്നെയാണ്. അങ്ങനെ മോക്ഷത്തെയും തൻ്റെ അവസ്ഥയെയും തൻ്റെ ഭാവത്തെയും ഒക്കെ ചേർത്ത് ഒരു ശ്ലോകത്തിൽ തന്നെ അതെല്ലാം പറഞ്ഞു. ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ ശ്രീമദ് ഭാഗവതത്തിൻ്റെ രചനാ പാടവം. ഇത് ഓരോ ശ്ലോകത്തിലും നമുക്ക് കാണാൻ സാധിക്കുമെന്ന്. ചിലരൊക്കെ പുസ്തകങ്ങളൊക്കെ എഴുതുമ്പോൾ ആ പുസ്തകത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ കുറേ ഭാഗങ്ങൾ നല്ല രീതിയിലായിരിക്കും, ബാക്കിയൊക്കെ അത്ര മികച്ചതായിരിക്കില്ല. പക്ഷെ ഭാഗവതത്തിൻ്റെ പ്രത്യേകത, പുരാണങ്ങളിൽ തന്നെ ഭാഗവതത്തിൻ്റെ പ്രത്യേകത, ഭാഗവതത്തിലെ ഓരോ വാക്യവും അങ്ങേയറ്റം മികച്ചതാണെന്നുള്ളതാണ്. അപ്പോൾ വേദവ്യാസൻ അദ്ദേഹത്തിൻ്റെ രചനാ കൗശലമൊക്കെ മുഴുവനായിട്ട് അരച്ച് ചേർത്ത് വച്ചിരിക്കുന്നതാണ് ഭാഗവതം. അതാണ് ഇതിലുള്ള രസം. പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം അതിൻ്റെ പരമാവധി വിസ്താരത്തിലുള്ളതിനെ ശബ്ദങ്ങളിൽ ചേർത്ത് പറയുന്നു. ഈ ഒരു ശ്ലോകം മതി കുന്തിദേവിയുടെ സമസ്ത ഭാവങ്ങളെയും നമുക്ക് മനസ്സിലാക്കാം. മന്നേ ത്വാം കാലമീശാനമനാദിനിധനം വിഭും സമം ചരന്തം സർവത്ര ഭൂതാനാം യന്മിധക്കലിഹി. ഭഗവാന്റെ സ്വരൂപം അനാദിയാണ്. ഞാൻ അങ്ങയുടെ സ്വരൂപത്തെ അനാദിയാണെന്ന് കണക്കാക്കുന്നു. കാലത്തിനും അതീതമാണ്, അനാദിയാണ്, അനന്തമാണ്, സർവവ്യാപകമാണ്, എല്ലാവരുടെയും നിധനമാണ്. എല്ലാം ചെന്ന് അവസാനിക്കുന്നത് ഭഗവാനിലാണ്.
അങ്ങ് കാലസ്വരൂപനാണ്, കാലാതീതനാണ്. അങ്ങനെയുള്ള അങ്ങയുടെ ആ സ്വരൂപം സമം ചരന്തം സർവത്ര ഭൂതാനാം യന്മിഥക്കലിഹി. ഈ കലികാലത്തിൽ പലതരത്തിലുള്ള വിഷമങ്ങളുമുണ്ട്, പരസ്പര വിരുദ്ധ വിദ്വേഷങ്ങളുണ്ട്. അതൊക്കെ കലികാലത്തിലുണ്ടെങ്കിലും അങ്ങയുടെ ആ സമതാരൂപം, സമഭാവന, സമം തിഷ്ഠന്തം പരമേശ്വരം എന്ന് ഭഗവത്ഗീതയിൽ പറഞ്ഞു. ബ്രഹ്മത്തിൻ്റെ സ്വരൂപമാണ് സമത. സമം എന്ന് പറയുന്നത് ബ്രഹ്മമാണ്. അങ്ങനെയുള്ള ആ സമഭാവമാണ് ഈ പ്രപഞ്ചത്തെ ഇങ്ങനെയെങ്കിലും നിലനിർത്തിയിരിക്കുന്നത്. ന വേദ കശ്ചിത് ഭഗവാൻ ചികീർഷിതം തവേഹമാനസ്യ ദൃഢാം വിഡംബനം നയസ്യ കശ്ചിദ്ദൈതോസ്തി കർഹിചേ ദ്വേഷ്യശ്ച യസ്മിൻ വിഷമാമതിർനൃണാം. അല്ലയോ ഭഗവൻ, അങ്ങയുടെ ഈ മനുഷ്യലീലകൾ, മനുഷ്യ ശരീരമെടുത്ത് അങ്ങ് എന്തൊക്കെയോ ചികീർഷിതങ്ങളായിരിക്കുന്നു ചെയ്ത് കാണിക്കുന്നു. ഈ ചേഷ്ടകളൊക്കെ കണ്ടാൽ പലപ്പോഴും നമുക്ക് സംശയം തോന്നും, ഭഗവാനാണോ, ഭഗവാൻ തന്നെയാണോ ഇതെല്ലാം ചെയ്യുന്നത്? അങ്ങനെയൊക്കെ സംശയം തോന്നും. അത് വാസ്തവത്തിൽ മനുഷ്യരുടെ ബുദ്ധിയില്ലായ്മയാണ്. അജായമാനോ ബഹുധാ വിജായത്തെ എന്ന് വേദം പറയും. വാസ്തവത്തിൽ ബ്രഹ്മം ജന്മമെടുക്കുന്നതല്ല, പരമാത്മാവിന് ജന്മമില്ല. ശ്രീമദ് ഭഗവത്ഗീതയുടെ ഉപോദ്ഘാത ഭാഷ്യത്തിൽ ഭഗവത്പാദ ശങ്കരാചാര്യ സ്വാമിജികൾ വളരെ നന്നായിട്ട് ഭഗവാന്റെ അവതാരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അജാതഃ ജാതയൈവ ജായമാനഃ അജായമാനോ ജായമാനഃ. ദശമസ്കന്ധത്തിൽ ഭഗവാന്റെ ജന്മം വരുന്ന പൂർവാർദ്ധത്തിൽ ആ 3-ാമത്തെ അധ്യായത്തിലും ഇതേ അർത്ഥം വരുന്ന ശ്ലോകം പറയുന്നുണ്ട്. വാസ്തവത്തിൽ ഭഗവാൻ ഒരിക്കലും ജനിക്കുന്നില്ല. ജനിക്കുന്നതായിട്ട് ശരീരധാരിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് തന്നെ ഭഗവാന്റെ ലീലയാണ്, ഭഗവാന്റെ മായാസ്വരൂപമാണ്, വിഷ്ണുർ മായയാണ്. അങ്ങനെ ആ മായാശക്തി കൊണ്ടാണ് അനേക രൂപത്തിൽ പ്രകടമായി കാണുന്നത്. അങ്ങനെ പ്രകടമായി കാണുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ, പ്രകടമായി പ്രവർത്തിക്കുന്നത് ഇപ്പോൾ പറഞ്ഞില്ലേ, മനുഷ്യജന്മം സ്വീകരിച്ച് എന്തെന്തൊക്കെ ചെയ്ത് കാണിക്കണം, അതൊക്കെ മറ്റുള്ളവർക്ക് പാഠമാകണം. എൻ്റെ ജീവിതം കണ്ട് മറ്റുള്ളവർ പഠിക്കണം, എന്നിട്ട് അവരുടെ ജീവിതം മെച്ചപ്പെടുത്തണം, അവർക്ക് ഈ ഗുണങ്ങളൊക്കെ ഉണ്ടാകണം എന്ന ഉദ്ദേശത്തോടു കൂടി ലോകസംഗ്രഹത്തിന് വേണ്ടി ആണ് ഭഗവാൻ അങ്ങനെ രൂപമെടുത്ത് അത്തരം ജീവിത ക്രമങ്ങളിലൂടെ ജീവിച്ചു കാണിക്കുന്നത്. ജന്മകർമ്മജ വിശ്വാത്മന്നജസ്യാകർത്തുരാത്മനഃ തിര്യനൃഷിഷു യാദസ്സു തദന്ത്യന്തവിഡംബനം. ഭഗവാൻ ജന്മമെടുത്ത് വിശ്വാത്മാവായിട്ടുള്ള ഭഗവാൻ, വിശ്വാത്മാവായിട്ടുള്ള ഭഗവാൻ വിശ്വരൂപനാണ്. വിശ്വം തന്നെ, ഈ പ്രപഞ്ചം തന്നെ ഭഗവാന്റെ രൂപമായിരിക്കുമ്പോഴാണ് ഭഗവാനെ വിശ്വാത്മാവ് എന്ന് പറയുക. ഇപ്പോൾ സഹസ്രനാമത്തിൽ വരുന്നുണ്ടല്ലോ വിശ്വാത്മാവ്. സർവം ഖലുവിദം ബ്രഹ്മ എന്ന് ബ്രഹ്മത്തിൻ്റെ സ്വരൂപം പറയുമ്പോൾ, അനുഭവം പറയുമ്പോൾ അതിൽ പറയുന്നത് എല്ലാം ബ്രഹ്മം തന്നെയാണ്. ഈശാവാസ്യമിതകും സർവം, ഈ കാണുന്നതെല്ലാം ഈശ്വരനാൽ വ്യാപ്തമാണ്. അപ്പൊ ഈ കാണുന്നതൊക്കെ കാഴ്ചയ്ക്ക് വേറെയാണെങ്കിലും തത്വത്തിൽ ആത്മാവ് തന്നെയാണ്, ഭഗവാൻ തന്നെയാണ്. ഭഗവാൻ വിശ്വാത്മാവാണ്. അങ്ങനെ വിശ്വാത്മാവായിട്ടുള്ള ഭഗവാന്റെ ആ സ്വരൂപം, ആ സ്വരൂപത്തെ അറിയാൻ ജന്മവും കർമ്മവും വേറെ വേറെ ആയിരിക്കുന്നു.
എന്താ ജന്മത്തിൻ്റെ സ്വരൂപം? ജന്മകർമ്മജമേ ദിവ്യം ഏവം യോ വേത്തി തത്വതഃ എന്ന് ഭഗവത്ഗീതയിലും ഇതേ കാര്യം പറയുന്നു. അപ്പൊ എന്താണ് ഭഗവാന്റെ ജന്മം, അവതാരം എന്താണ് എന്ന് മൂഢബുദ്ധികൾക്ക് അറിയാൻ സാധിക്കുന്നില്ല എന്ന് പറയുകയാണ്. ഈ ശരീരമെടുക്കുമ്പോൾ പശുവായിട്ടും പക്ഷിയായിട്ടും മനുഷ്യനായിട്ടും അല്ലെങ്കിൽ ഋഷികളുടെ രൂപത്തിലും അങ്ങനെ അനേകം ശരീരങ്ങളുടെ രൂപത്തിൽ ലീലകൾ ചെയ്യാൻ ഭഗവാൻ ജന്മമെടുക്കുമ്പോൾ അതിൻ്റെ സാരമെന്ത് എന്ന് നമ്മൾ അറിയാതെ ഈ ജന്മകഥകളൊക്കെ വായിച്ചുകൊണ്ടും കേട്ടുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഗീതയിൽ വ്യക്തമായി ഭഗവാൻ പറഞ്ഞത് ജന്മകർമ്മജമേ ദിവ്യം, എൻ്റെ ഈ ജന്മവും കർമ്മവും ഇതിൻ്റെ സാരം എന്താണെന്ന് ലോകരറിയുന്നില്ല. അതറിയാൻ സാധിച്ചാൽ അവൻ തത്വവേത്താവാകും. അതിനാണ് ഭഗവാൻ ഈ ജന്മകർമ്മങ്ങളൊക്കെ കാണിക്കുന്നത്. അപ്പോൾ ഒരു പ്രശ്നം നമുക്ക് ഉണ്ടായാൽ, ഒരു സമസ്യ ഉണ്ടായാൽ, ആ സമസ്യ എന്തിനുണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ ഒരു ദൃഷ്ടിയിൽ, സാധാരണ ദൃഷ്ടിയിൽ നമുക്ക് പറയാം ആ സമസ്യ നമ്മളെ ദുഃഖിപ്പിക്കാൻ, നമ്മളെ പ്രശ്നത്തിലാക്കാൻ, നമ്മളെ കൊടുക്കാൻ, ബുദ്ധിമുട്ടുണ്ടാക്കാനാണ് ഉണ്ടായതെന്ന്. അല്ലേ? അതിനല്ലേ ഉണ്ടായത്? എന്നല്ല. അതിൻ്റെ രണ്ടാമത്തെ കാരണമെന്ന് ചോദിച്ചാൽ അങ്ങനെയുള്ളൊരു കർമ്മം നേരത്തെ നമ്മൾ ചെയ്തു വച്ചിട്ടുണ്ട്. അത് പരിണതഫലമായിട്ട് ഇപ്പോഴെത്തി. അങ്ങനെ എത്തി മുന്നിൽ നിൽക്കുകയാണ്. ദാ നിങ്ങൾ ചെയ്ത് നേരത്തെ വെച്ച, എന്താ പിടിച്ചോ, ഇതാണ് നിങ്ങൾ ചെയ്ത് നേരത്തെ വെച്ച കർമ്മം, അതിൻ്റെ ഫലം ദാ വന്നിരിക്കുന്നു, പിടിച്ചോളൂ എന്ന് പറഞ്ഞ് നമ്മുടെ മുന്നിലേക്ക് ഇട്ട് തരും. ചെയ്യണ സമയത്ത് അങ്ങനെയൊന്നും ഓർക്കില്ല, അല്ലേ? ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം വരും. അങ്ങനെ അത് രണ്ടാമത്തെ ദൃഷ്ടി. മൂന്നാമത്തെ ദൃഷ്ടി എന്താണെന്ന് ചോദിച്ചാൽ ഒരു സമസ്യ, ഒരു പ്രശ്നം നമ്മുടെ മുന്നിൽ വരുന്നത് ആ പ്രശ്നത്തെ പരിഹരിക്കാനുള്ള ബുദ്ധിയും സാമർഥ്യവും നമ്മളിൽ പ്രകടമാക്കാനാണ്. നമുക്കത് നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെ ആ സമസ്യ വന്നാലേ, ആ പ്രശ്നം വന്നാലേ അതെങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, ആ മാനേജ് ചെയ്യാനുള്ള കഴിവ് നമ്മുടെ ശരീരത്തിലും മനസ്സിലും ഉണ്ടാകുകയുള്ളൂ. ഇത് ഞാൻ പറയുന്ന സിദ്ധാന്തമല്ല, ഇത് ഡാർവിൻ പറഞ്ഞ, നിങ്ങളൊക്കെ പഠിച്ച ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തമാണ്. ഡാർവിൻ പറഞ്ഞ എന്താണ്? ജീവിതം എന്ന് പറഞ്ഞാൽ എന്താ? സ്ട്രഗിളാണെന്നാ പറഞ്ഞു, അല്ലേ? ഓരോ ഘട്ടങ്ങൾ, ഓരോ പ്രശ്നങ്ങളെ പരിഹരിച്ചു പോകുന്നതാണ്. എന്താ ഇതൊക്കെ പഠിച്ചൊക്കെ നിങ്ങൾ മറന്നുപോയെന്നുണ്ടോ? അങ്ങനെയല്ലേ പറഞ്ഞത്? എന്താ പറഞ്ഞ? വാട്ട് ഈസ് ദ ഡെഫിനിഷൻ? ഡാർവിൻ ജീവിതത്തെ, വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് ലൈഫ് എന്ന് ഡാർവിൻ എന്താ പറഞ്ഞത്? സ്ട്രഗിൾ മാനേജ് ചെയ്യുക. സ്ട്രഗിളുകൾ വീണ്ടും വീണ്ടും ഓരോരോ സ്ട്രഗിളുകൾ വന്നുകൊണ്ടിരിക്കും. അതിനെ മാനേജ് ചെയ്താണ് നമ്മൾ ജീവിക്കുന്നത്. അതിനെയാണ് ജീവിതമെന്ന് ഡാർവിൻ പറഞ്ഞത്. പരിണാമ സിദ്ധാന്തത്തിൽ അങ്ങനെയാണ്. നമുക്ക് ഓരോരോ കഴിവുകൾ ഉണ്ടായത് എങ്ങനെയാണ്? അത് ഫേസ് ചെയ്തപ്പോഴാണെന്നാണ് അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം. അങ്ങനെ നോക്കിയാലും ഇത് ശരിയാണ്. എന്താണ്? ഇപ്പോൾ ലൈഫ് മാനേജ് ചെയ്യാൻ പഠിക്കണമെങ്കിൽ, ലൈഫ് മാനേജ്മെൻറ്റ് പഠിക്കണമെങ്കിൽ അതിന് വേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥാവിശേഷം നമുക്കുണ്ടാകണം. വെള്ളത്തിൽ ചാടിയാലേ നീന്താൻ പഠിക്കുകയുള്ളൂ. ഈ പശുക്കളെയും മാടുകളെയും ഒക്കെ ആരെങ്കിലും നീന്താൻ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. അവരെ വെള്ളത്തിലേക്ക് ഇട്ട് നോക്കൂ, അവർ നീന്തി അക്കരയ്ക്ക് പോകും. ആനയൊക്കെ, വലിയ ആനയൊക്കെ നീന്തിപ്പോകും. ഇവരിത് എപ്പോഴാണ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവുക? അതാണ് മനുഷ്യരും മറ്റു ജീവികളുമായിട്ടുള്ള വ്യത്യാസം. മനുഷ്യർക്ക് ഭഗവാൻ ബുദ്ധി കൊടുത്തപ്പോൾ വേറെ ചില നാച്ചുറൽ കഴിവുകൾ കൊടുത്തില്ല. ഇപ്പോൾ ഒരു മനുഷ്യക്കുട്ടിയെ നിങ്ങൾ ഏതെങ്കിലും കാട്ടിൽ കൊണ്ട് ഉപേക്ഷിച്ചാൽ, അങ്ങനെയൊക്കെ പലരും ചെയ്യുന്നുണ്ട്, പലയിടത്തൊക്കെ ഉപേക്ഷിക്കാറുണ്ട്. അതിന് സ്വയം ഭക്ഷണം കണ്ടെത്തി ജീവിക്കാൻ സാധിക്കില്ല. പക്ഷേ ഒരു പശുക്കുട്ടിയെയോ ഒരു പട്ടിക്കുട്ടിയെയോ ഒരു പൂച്ചക്കുട്ടിയെയോ എവിടെയെങ്കിലും നിങ്ങൾ കൊണ്ട് ഉപേക്ഷിച്ചാൽ അത് ഭക്ഷണം കണ്ടെത്തിക്കോളും. കുറച്ച് കഴിഞ്ഞ് അത് പതുക്കെ ജീവിതത്തിലേക്ക് തിരിച്ചു വരും. അങ്ങനെ വളർന്നു വലുതാകും. അപ്പോൾ ഒരു മനുഷ്യനെ, നീന്തലറിയാത്തൊരു മനുഷ്യനെ വെള്ളത്തിലേക്ക് വലിച്ചെറിഞ്ഞാൽ
അയാൾ മുങ്ങിച്ചാവുകയുള്ളൂ, നീന്താൻ സാധിക്കില്ല. പക്ഷേ ഒരു മാടിനെയോ മറ്റോ ഒക്കെ ആണെങ്കിൽ അങ്ങനെയല്ല. അപ്പം അതിന് നാച്ചുറലായിട്ട് ഭഗവാൻ ആ ശിക്ഷണം നേരത്തെ കൊടുത്തിട്ടുണ്ട്. കാരണം എന്താണ്? അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് വ്യവസ്ഥയില്ല, അങ്ങനെ ശിക്ഷണം അഭ്യസിക്കാനുള്ള വ്യവസ്ഥ ഇല്ല. നമുക്കാണെങ്കിലോ വ്യവസ്ഥയുണ്ട്, ബുദ്ധിയുണ്ട്. അപ്പോൾ അത് നേരത്തെ തന്നെ പരിചയിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മുടെ മുന്നിൽ ചില പ്രശ്നങ്ങൾ വന്ന് വീഴുന്നത്. ആ പ്രശ്നം നമ്മൾ പരിഹരിക്കുമ്പോഴാണ് അതിനെ പരിഹരിക്കാനുള്ള കഴിവ് നമുക്കുണ്ടാകുക. അതുകൊണ്ട് സൗകര്യമായിട്ട് എല്ലാം സുഗമമായിട്ട് നടന്നാൽ അതിൽ കുറേ കഴിവുകൾ, അങ്ങനെ ഇരിക്കുന്ന ജീവിതത്തിൽ നിന്ന് കഴിവുകളൊന്നും ഉണ്ടാവില്ല, സൃഷ്ടികൾ ഉണ്ടാവില്ല, കൂടുതൽ സഹനശക്തി ഉണ്ടാവില്ല. അപ്പോൾ ഇതും ഒരു പ്രയോജനമാണ്. അങ്ങനെ 3 തരത്തിലെ ഒരു സമസ്യയെ നമുക്ക് പറയാം. ഒന്ന്, നമ്മുടെ കർമ്മഫലം അനുഭവിക്കാൻ നമ്മളെ ദുഃഖിപ്പിക്കുന്നു. ആ കർമ്മഫലം നമ്മുടെ മുന്നിൽ പ്രകടമായി ഇപ്പോൾ നമ്മൾ അനുഭവിച്ച് തീർത്താൽ അത് തീർന്നു കിട്ടും. രണ്ടാമത്തത്, അങ്ങനൊരു പ്രശ്നം വന്നാൽ നമ്മളത് പരിഹരിക്കുന്നു, എങ്ങനെ പരിഹരിക്കുന്നു, എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്ന് നോക്കും. അങ്ങനെ ബുദ്ധിസത്തിലൊക്കെ അങ്ങനെ ട്രെയിനിങ് കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. അവിടെ സ്വാമിമാരൊക്കെ ആവാൻ പോകുമ്പോൾ ഇങ്ങനെ നേരെ പോയിട്ട് അവിടെ പോയിട്ട് സ്വാമി അങ്ങനെ ആവാനൊന്നും പറ്റില്ല. അവിടെ പോയി സ്വാമി ആവണമെങ്കിൽ കുറേ കാലത്തെ ട്രെയിനിങ് ഉണ്ട്. ആ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായി ഇത്തരം പ്രശ്നങ്ങൾ, ഇത്രയും സമസ്യകളൊക്കെ അവർക്ക് കൊടുക്കും, കുട്ടികൾക്ക് കൊടുക്കും. അവരതൊക്കെ നിരന്തരം അഭ്യസിച്ച് അതിൽ നിന്ന് പുറത്തു വരുമ്പോഴാണ് അവരെയൊക്കെ ട്രെയിൻഡായിട്ട് കണക്കാക്കുക. അങ്ങനെ അറിയണം. അതായത് ഒരു പാത്രത്തിൽ, ഒരു ചെറിയ ബൗളിൽ കുറേ അരി കൊടുക്കും. അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണ്. അരി കൊടുത്തിട്ട് കുട്ടികളോട് പറയും, ഈ അരികൾ മുഴുവൻ താഴേക്കിടുക. ആദ്യം ഓരോന്നോരോന്നായിട്ട് എടുത്ത് എല്ലാം താഴേക്കിടണം. ആ താഴേക്കിട്ട് അതിനെല്ലാം പരത്തിയിട്ട് വീണ്ടും അതിനെ എടുത്ത് എല്ലാം തിരിച്ച് ആ പാത്രത്തിലേക്ക് വെക്കണം. ഒരു അരി പോലും കുറയാനോ മിസ്സാവാനോ പാടില്ല. അങ്ങനെയാണ് അവരെ ട്രെയിൻ ചെയ്യുക. അപ്പോൾ എത്ര ബുദ്ധിമുട്ടാണെന്ന് നോക്കുക. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മഹാ ബോറിംഗ് ആണ്. അത് ഒരു പ്രാവശ്യമല്ല, ഒരു ദിവസം മുഴുവൻ ചിലപ്പോൾ ഇതായിരിക്കും ചെയ്തുകൊണ്ടിരിക്കുക. അരി ഇടുക, എടുത്തു വയ്ക്കുക, അരി ഇടുക, എടുത്തു വയ്ക്കുക. അപ്പോൾ അതിൽ നിന്ന് അവർക്ക് സഹനശക്തി ഉണ്ടാകും. അത്രയും ക്ഷമത, അത്രയും ബുദ്ധിയുടെ ഏകാഗ്രത, ആ പ്രശ്നത്തെ സഹിക്കാനുള്ള ആ ഒരു ശക്തി ഉണ്ടാകും. അപ്പോൾ തുടർന്ന് നമുക്ക് ചിന്തിക്കാം. ഇപ്പോൾ വിശ്രമ സമയമാണ്. അല്പം വിശ്രമത്തിന് ശേഷം വിശ്രമിക്കണ്ടേ? ചെറുതായിട്ടൊന്ന് വിശ്രമിക്കണം, നല്ലതാണ്. വിശ്രമത്തിന് ശേഷം കുറച്ചുകൂടി ശ്ലോകങ്ങൾ നോക്കാം. എന്നിട്ട് അടുത്ത ഭാഗത്തെക്കുറിച്ച് ചിന്തിക്കാം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.